रघुपति राघव राजा राम पतित पावन सीताराम. പ്രിയപ്പെട്ടവരെ, ഗാന്ധി ഫെസ്റ്റിൻ്റെ രണ്ടാം ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ സെഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. വിഷയം സാഹിത്യത്തിലെ ഗാന്ധി. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ തന്നെ മാനുഷിക വംശത്തെ ഇത്രത്തോളം പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊരു വ്യക്തിത്വം, ഗാന്ധിജിയെപ്പോലെ മറ്റൊരു വ്യക്തിത്വം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ജീവിതം, ആദർശം, ആശയങ്ങൾ എല്ലാം തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇന്നുവരെ ഈ ഒരു കാലത്ത് ഏറ്റവും ശക്തമായ, ഏറ്റവും പ്രസക്തമായ ആശയമായി ഗാന്ധിജിയുടെ ആശയം മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ സമൂഹത്തെ. അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അല്ലെങ്കിൽ ഗാന്ധിയൻ ആദർശങ്ങളുടെ, ഗാന്ധിയൻ ദർശനങ്ങളുടെ സ്വാധീനം ഏറ്റവും പ്രകടമായ ഒരു മേഖലയാണ് സാഹിത്യം. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇന്നുവരെ അതുമായി ബന്ധപ്പെട്ട് ലോകത്തിറങ്ങിയിട്ടുള്ള, നമ്മുടെ രാജ്യത്തിറങ്ങിയിട്ടുള്ള, നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾ ഒട്ടേറെയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും അത്തരത്തിലുള്ള സൃഷ്ടികൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഗാന്ധിജിയുടെ സ്വാധീനം എത്രത്തോളമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. നമ്മുടെ മുമ്പിൽ ഇവിടെ നടക്കുന്ന പുസ്തക പ്രദർശനത്തിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എത്രയെത്ര സാഹിത്യ സൃഷ്ടികളാണ്, എത്രയെത്ര പുസ്തകങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നും ഇവിടെ 3 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ സാഹിത്യത്തിലെ ഗാന്ധി എന്നുള്ള ഒരു വിഷയത്തിലുള്ള വിശദമായ ഒരു സംവാദമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മലയാള സാഹിത്യ നിരൂപണ രംഗത്തിലെ 3 പ്രഗത്ഭ വ്യക്തിത്വങ്ങളാണ്. അതിലൊരാൾ ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ. അദ്ദേഹം പ്രശസ്തനായ നിരൂപകനാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒട്ടേറെ നിരൂപണ ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കവിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവാണ്. അപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ഇ വി രാജകൃഷ്ണനെ ഗാന്ധി ഫെസ്റ്റിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഡോക്ടർ കെ വി സജയ് മാഷെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഇവിടുത്തുകാരനല്ലെങ്കിൽ കൂടി വടകരക്കാരനാണ് ഇദ്ദേഹം. ഇപ്പോൾ നമ്മുടെ മടപ്പള്ളി ഗവൺമെൻറ് കോളേജ് പ്രൊഫസറാണ്. വടകരയിലെ ഒട്ടേറെ സാഹിത്യവേദികളിലെ നിറസാന്നിധ്യമാണ്, നിത്യസാന്നിധ്യമാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ഒട്ടേറെ പ്രഭാഷണങ്ങളും സംവാദങ്ങളിലുമൊക്കെ പങ്കാളിയായ വ്യക്തിത്വമാണ്. സജയ് മാഷെ സംഘാടക സമിതിക്ക് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത വ്യക്തിത്വം ഡോക്ടർ പി പി രവീന്ദ്രനാണ്. പി പി രവീന്ദ്രനും മലയാള സാഹിത്യ നിരൂപണ മേഖലയിലെ ശ്രദ്ധേയ സാന്നിധ്യമാണ്. അതിലുപരി വിവർത്തകനാണ്, അധ്യാപകനാണ്. അദ്ദേഹത്തെയും ഗാന്ധി ഫെസ്റ്റിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ സംവാദം നിയന്ത്രിക്കുന്നത് കെ ടി ദിനേശാണ്. ദിനേശ് മാഷയും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്നത് അഡ്വക്കേറ്റ് ബൈജു രാഘവൻ അവർകളാണ്. ബൈജു രാഘവൻ ഇവിടെയുണ്ട്. ബൈജു രാഘവനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവോപരി ഇവിടെ എത്തിച്ചേർന്ന, ഗാന്ധി ഫെസ്റ്റിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന മുഴുവൻ ഡെലിഗേറ്റ്സിൻ്റെ പ്രതിനിധികളെയും സംഘാടക സമിതി പ്രവർത്തകരെയും എല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് വേദി സംവാദത്തിനായി കൈമാറുന്നു. ദിനേശ മാഷ് ഇനി ഈ സംവാദം നിയന്ത്രിക്കും. പ്രിയമുള്ളവരെ, സാഹിത്യത്തിലെ ഗാന്ധി എന്ന വലിയ വിശാലമായ ഒരു വിഷയത്തെ മുൻനിർത്തിയാണ് ഈ പാനൽ ചർച്ച ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഗാന്ധി എന്ന വ്യക്തിയും ഗാന്ധിസം എന്ന ആശയവും ലോകത്തിലെ വിവിധ ഭാഷകളിലും വിവിധ രാഷ്ട്രങ്ങളിലൊക്കെ പല മട്ടിൽ ചർച്ചകൾക്കും സാഹിത്യത്തിൻ്റെ രചനകൾക്കും പ്രചോദനമായി തീർന്നിട്ടുണ്ട്. ഈ പാനലിനെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ഗുജറാത്തിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ 10-20 വർഷക്കാലം ജോലി ചെയ്ത ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ സാർ
നമ്മുടെ കൂടെയുണ്ട്. ഗാന്ധിയുടെ സ്വന്തം നാട്ടിൽ ഗുജറാത്തി ഭാഷയിലും ഗാന്ധി ഏത് നിലക്കാണ് പ്രതിനിധാനം ചെയ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ ഈ പാനലിലുണ്ട് എന്നത് ഈ പാനലിൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അതേപോലെ ഈ വിഷയത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക ആംഗിളിൽ തറച്ചിടുക എന്നത് അല്ല ഉദ്ദേശിച്ചതെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, ഈ വടകരയിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ദർശനങ്ങളെ വളരെ ആഴത്തിൽ സമീപിച്ച ഒരുപാട് പ്രഭാഷകരും ചിന്തകരൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. രാമചന്ദ്ര ഗുഹ വരെ ഇപ്പോൾ 4:30 സെഷനിലുണ്ട്. അതുകൊണ്ട് ഗാന്ധി ബയോഗ്രഫിയോ ഗാന്ധിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ലേഖനങ്ങളോ അല്ല ഈ സെഷൻ്റെ മുഖ്യ വിഷയം. സാഹിത്യത്തിൽ ഗാന്ധി ഏത് നിലക്കാണ് അടയാളപ്പെടുത്തപ്പെട്ടത് എന്നതാണ് ഈ സെഷൻ ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പുതിയ കാലത്ത് ന്യൂ ഹിസ്റ്റോറിസമൊക്കെ മുന്നോട്ട് വന്ന സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റിൻ്റെയൊക്കെ സിദ്ധാന്തങ്ങൾ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറയുന്നത് നേരത്തെ നമ്മൾ കരുതിയത് ചരിത്രം സാഹിത്യത്തിൻ്റെ ഒരു പശ്ചാത്തലമാണെന്നാണ്. ഹിസ്റ്ററി ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ പുതിയ ചിന്തകരിൽ പലരും പറയുന്നത് നമ്മളങ്ങനെ അതിനെ കാണേണ്ടതില്ല, ചരിത്രം ഒരു ടെക്സ്റ്റാണ്, എല്ലാ ലിറ്ററേച്ചറും ഓരോ ടെക്സ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിനും ഒരു ടെക്സ്ച്വാലിറ്റി ഉണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ ലിറ്ററേച്ചറിന് ഒരു ഹിസ്റ്റോറിസിറ്റി ഉണ്ട്. ചരിത്രത്തെ ഇന്ധനമാക്കിക്കൊണ്ട് വന്ന സാഹിത്യം എന്നതുപോലെ തന്നെ സാഹിത്യത്തെ ഇന്ധനമാക്കിക്കൊണ്ട് ഇന്ന് ചരിത്ര പഠനങ്ങളും നടക്കുന്നുണ്ട്. ക്യൂൻ എലിസബത്തിൻ്റെ ഗോൾഡൻ ഏജ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ കാലത്ത് ഷേക്സ്പിയർ അവിടെ ജീവിച്ചത് കൊണ്ടാണോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പല മട്ടിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗാന്ധി ലോകത്തെ ഭാഷകളിൽ, ഇംഗ്ലീഷിലായാലും ഇന്ത്യൻ ഭാഷകളിലായാലും മറ്റ് ലോകഭാഷകളിലായാലും ഏത് നിലക്കാണ് അവതരിക്കപ്പെട്ടത്, എന്താണ് അതിൻ്റെ ചരിത്ര മൂല്യം, എന്താണ് അതിൻ്റെ സാഹിത്യ മൂല്യം, ഏത് നിലക്കാണ് നമ്മൾ അത്തരം ടെക്സ്റ്റുകളെ കാണേണ്ടത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സെഷനായിരിക്കും ഇത് ഞാൻ കരുതുകയാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിനെക്കുറിച്ചും ഇന്ത്യയിലെ മറ്റ് ഫിക്ഷനെക്കുറിച്ചും ലോകഭാഷയിലെ നാടകങ്ങളും ഒക്കെ പരിചയമുള്ള പിയറി ബോർദ്യോയെക്കുറിച്ചും ഫൂക്കോയൊക്കെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഡോക്ടർ പി രവീന്ദ്രൻ ഈ വിഷയത്തിൽ വളരെ ആഴത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹവും നമ്മളോട് ഇത് കാര്യങ്ങൾ ആഴത്തിൽ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ കവിതകളിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച നിരൂപകനാണ്, ഒരു കാവ്യ നിരൂപകൻ എന്ന് പറയുന്നതാണ് സജയ് മാഷ്ക്ക് എപ്പോഴും ഇഷ്ടം. മലയാള കവിതയായാലും ഇന്ത്യൻ ഭാഷയിലെ മറ്റ് കവിതകളായാലും വളരെയധികം കവിതകൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരു നിരൂപകൻ എന്ന നിലയിൽ കവിതകളിലെ ഗാന്ധിയായിരിക്കാം ഒരുപക്ഷെ സജയ് മാഷ് ഇവിടെ കൂടുതൽ ഊന്നി പറയുക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ സെഷനിൽ നമ്മൾ ഒരു ഏകദേശ ധാരണ, ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഓരോരുത്തരും അവരുടെ വിഷയത്തെ അധികരിച്ച് സംസാരിക്കുകയും പിന്നീട് അതിൽ പറഞ്ഞതിനെ മറ്റൊരാൾ പറഞ്ഞതിനുമായിട്ടുള്ളൊരു കമൻ്റ് എന്നുള്ള രൂപത്തിലോ അല്ലെ തനിക്ക് തന്നെ ചിലത് കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് തോന്നുമ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് അവർ വീണ്ടും സംസാരിക്കും. അത് കഴിഞ്ഞ് അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യങ്ങളോ ചില പരാമർശങ്ങളൊക്കെ നടത്താനുണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. 1.5 മണിക്കൂറാണ് ഈ സെഷൻ അനുവദിച്ച സമയം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സംവാദത്തിന് തുടക്കം കുറിക്കാൻ ഡോക്ടർ ഇ വി രാമകൃഷ്ണനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ദിനേഷ്. വളരെ നല്ലൊരു ഓഡിയൻസാണ്. ഇതുമാതിരിയുള്ളൊരു ചിലപ്പോൾ വരണ്ട ചർച്ച എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ചർച്ച കേൾക്കാൻ ഇത്രയും വലിയൊരു സദസ്സ് ഇവിടെ സന്നിഹിതമാണ് എന്നത് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. തീർച്ചയായും ഈ വിഷയം ഇന്ന് അത്തരത്തിലുള്ളൊരു ചർച്ച ആവശ്യപ്പെടുന്നുണ്ട്. സാഹിത്യത്തിലെ ഗാന്ധി എന്നതിനെ പല രീതികളിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഞാനതിനെ സമീപിക്കുന്നത് ഈ ഗുജറാത്തി എഴുത്തുകാരനായ ഗാന്ധി എല്ലാ കാലത്തും നിരന്തരമായി ഗുജറാത്തി ഭാഷയിൽ എഴുതുകയും ഗുജറാത്തിയിലേക്ക് വലിയ വലിയ കൃതികൾ പരിഭാഷപ്പെടുത്തുകയും ചെയ്ത ഗാന്ധി. ഈ ഗാന്ധിയെപ്പറ്റി നമുക്ക് അത്ര തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണകളില്ല. ഗാന്ധി ഒരു വലിയ പരിഭാഷകനായിരുന്നു. അതുമാത്രമല്ല, കഴിയുന്നത്ര അദ്ദേഹം ജനുവരി 30-ാം തീയതി വെടികൊണ്ട് മരിക്കുന്ന ആ ദിവസം രാവിലെ തൻ്റെ ബംഗാളി ലെസൺ, ബംഗാളി പഠിക്കുന്ന ആ സമയം
അതിനു വേണ്ടി തന്നെ ഉപയോഗിച്ചിരുന്നു. ഭാഷകൾ, ഇന്ത്യൻ ഭാഷകൾ പഠിക്കുക. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ നിന്ന് ബോംബെയിലേക്ക് വരുന്ന കപ്പലിൽ വെച്ചിട്ട് ഉറുദു, ഹിന്ദുസ്ഥാനി പഠിക്കാനുള്ള കാര്യമായിട്ടുള്ള ശ്രമം. അതേ സമയത്ത് തന്നെ ബംഗാളി അക്കാലത്തും വായിക്കുന്നുണ്ട്. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന തൻ്റെ സൗത്ത് ആഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ജേണൽ, അത് 4 ഭാഷകളിൽ, അതിൽ ഹിന്ദുസ്ഥാനി, അതുപോലെ ഗുജറാത്തി, ഇംഗ്ലീഷ്, കൂടാതെ തമിഴ് പോലും, കാരണം സൗത്ത് ആഫ്രിക്കയിൽ ഒരു വലിയ തമിഴ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിയുന്നതും ഈ ഇന്ത്യയെ അഭിസംബോധന ചെയ്യാൻ ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിക്കണം എന്നതിനെപ്പറ്റി ഇത്രയും വ്യക്തമായ ഒരു ധാരണ ഉള്ള ഒരു ദേശീയ നേതാവിനെ നമുക്ക് വേറെ കാണാൻ പറ്റില്ല. ഗുജറാത്ത് വിദ്യാപീഠ് എന്ന ഇന്നതൊരു കേന്ദ്ര സർവകലാശാലയാണ്. അത് അദ്ദേഹം സ്ഥാപിച്ചു. അവിടുത്തെ മാധ്യമം ഗുജറാത്തി ആയിരിക്കണം എന്നും നിർദ്ദേശിച്ചു. അത് ഒരു പരിധി വരെ നല്ലതും ചീത്തയുമായി പിന്നീട് അവിടെയുള്ളവർക്ക് തോന്നി. ഇപ്പോൾ കാര്യമായിട്ട് അവിടെ ഇംഗ്ലീഷ്, പക്ഷേ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഇപ്പോഴും ഗുജറാത്തിയിലാണ്. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി വളരെ മൗലികമായിട്ടുള്ള ആശയങ്ങളുള്ള ഒരു ദേശീയ നേതാവ്, അല്ലെങ്കിൽ പക്ഷേ അദ്ദേഹത്തെ ഗുജറാത്തി എന്ന രീതിയിൽ അടയാളപ്പെടുത്തുന്നതിൽ വലിയ പരിമിതികളുണ്ട്. ഒരു കാരണം, ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഒരു ഗുജറാത്ത് എന്ന ഒരു ടെറിട്ടോറിയൽ ലിമിറ്റ്സ് അതിൽ ഒതുങ്ങുന്നില്ല. അദ്ദേഹം ലോകത്തിൻ്റെതാണ്. അവിടെ ജീവിച്ച കാലത്തും ഞാൻ പലപ്പോഴും ആൾക്കാർ പ്രതികരിച്ചത്, ഗാന്ധി എല്ലാവരുടേതുമാണ്, ഗാന്ധി ലോകത്തിൻ്റേതാണ്. ഗാന്ധിയെ ആർക്കും അങ്ങനെ അത്ര എളുപ്പത്തിൽ മെരുക്കാനോ ഒതുക്കാനോ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാനോ കഴിയില്ല. അതുകൊണ്ടുകൂടിയാണ് പലരും ഇന്ന് ഗാന്ധി ഇത്രമാത്രം അതിജീവിച്ചത്, പല തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നേരെയുള്ള ആക്രമണങ്ങളെ അതിജീവിച്ചത് ഈ ഒരു കാരണം കൊണ്ടുകൂടിയായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ എഴുത്തിനെ പറ്റി പറഞ്ഞാൽ, പ്രത്യേകിച്ചും 1903 ഈ ഇന്ത്യൻ ഒപ്പീനിയൻ മാതിരിയുള്ള പബ്ലിക്കേഷൻസ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്. 1909 ഹിന്ദ് സ്വരാജ് എന്ന ഈ പുസ്തകം വരുന്നത്. ഹിന്ദ് സ്വരാജ് നമുക്കറിയാവുന്ന പോലെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പ്രത്യേക സിവിലൈസേഷണൽ ടെക്സ്റ്റാണെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നു. അത് ആ കൃതി ഉണ്ടായി വന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഗുജറാത്തി വേർഷനിൽ സഭ്യത, സംസ്കാരം, സുധാരോ, ഇതൊക്കെ ഗുജറാത്തിയിലുള്ള പദങ്ങളാണ്. അതൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് പലയിടത്തും. സിവിലൈസേഷൻ എന്ന അർത്ഥത്തിൽ സുധാരോ, അത് നമ്മളൊക്കെ പറയുന്ന പോലെ സാമൂഹ്യ പരിഷ്കാരത്തെ പറ്റി കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ സുധാരോ, സഭ്യത, സംസ്കാരം. പക്ഷേ സ്വരാജ് എന്ന വാക്ക് അദ്ദേഹം കണ്ടെത്തുന്നത് അതിൻ്റെ പല അർത്ഥതലങ്ങൾ ഇണക്കിക്കൊണ്ട് തൻ്റെ ഒരു ദർശനം അതിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയും എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അത് ഇപ്പോൾ രാജ്യ മുതലായ വാക്കുകൾക്ക് ഒരു ഭൗതികമായിട്ടുള്ള ഒരു മാനമുണ്ട്, ടെറിട്ടറി എന്ന മാനമുണ്ട്, രാജ്യ. പക്ഷേ സ്വരാജ് മുതലായ വാക്കുകൾ ഒരു സെൽഫ് റൂൾ, ഹോം റൂൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഗാന്ധി അതിനൊരു ആത്മീയ തലത്തിൽ അതിനെ അപഗ്രഥിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് നമുക്ക് സ്വയം മോചിപ്പിക്കണമെങ്കിൽ സ്വയം തന്നെ നമ്മെ പുതുക്കേണ്ടതുണ്ട്, നമ്മെ പുതുതായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ളൊരു മാധ്യമം കൂടിയാണ്
ഈ സ്വരാജ്, ആ അർത്ഥത്തിലാണ് ഗാന്ധി അതിനെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഹിന്ദ് സ്വരാജ് ഒരു ഡയലോഗാണ്. അതിൽ ഒരു എഡിറ്ററുണ്ട്, ഒരു വായനക്കാരനുണ്ട്. പക്ഷേ ഈ വായനക്കാർ അക്കാലത്ത് ഗാന്ധി ഇംഗ്ലണ്ടിൽ പരിചയിച്ച ധാരാളം ഇന്ത്യക്കാർ വളരെ തിടുക്കത്തിൽ ഏത് മാർഗം ഉപയോഗിച്ചായാലും നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയണം എന്ന വിശ്വാസത്തിലുള്ളവരായിരുന്നു. അപ്പോൾ ഗാന്ധി അഭിസംബോധന ചെയ്യുന്നത് ഒരുപക്ഷെ ഹിംസ പോലും സ്വീകാര്യമാണ് എന്ന് വിശ്വസിച്ച തൻ്റെ സമകാലികരെ കൂടിയാണ്. പക്ഷെ അവരോട് ഗാന്ധി പറയുന്നത് ഇത് ഒരു ദേശത്തെ അതിനെ പരാജയപ്പെടുത്തുന്ന ഒരു പ്രക്രിയ അല്ല. സ്വയം വിമോചിപ്പിക്കുക എന്നത് ഒരു സിവിലൈസേഷണൽ വാല്യൂസിൽ നമ്മൾ, അങ്ങനെയുള്ള മൂല്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ അത്തരം വിമോചനം, അത്തരം സ്വാതന്ത്ര്യം ഒരിക്കലും ഒരു വലിയ തരത്തിൽ ഇന്ത്യയെ പുതുതായി കണ്ടെത്താൻ സഹായിക്കുകയില്ല. അത് ഇപ്പോൾ ഗാന്ധിയുടെ ഈ സാഹിത്യ സമീപനത്തിൽ തന്നെ അദ്ദേഹം നോവലിനെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ മകൻ ഹീരലാൽ വീട് വിട്ടു പോയപ്പോൾ ഗാന്ധിയുടെ ഒരു കമൻറ്റ്, നോവൽ വായിച്ചാൽ ഇതൊക്കെയാണ് സംഭവിക്കുക. കാരണം സരസ്വതി ചന്ദ്ര എന്നൊരു വലിയ നോവൽ, ഗോവർദ്ധൻ റാം ത്രിപാഠി, ഗുജറാത്തിയിലെ ആദ്യത്തെ വലിയ നോവലാണ്. 4 വലിയ വോളിയൂംസ്, ഓരോന്നും ഏതാണ്ട് 500-800 പേജുള്ള, അത് ഒരു വലിയ കൃതിയാണ്. അതിനെപ്പറ്റി ഗാന്ധി എഴുതുന്നുണ്ട്. ഗാന്ധി സാഹിത്യത്തെപ്പറ്റി ഗുജറാത്തി സാഹിത്യത്തെപ്പറ്റി ധാരാളം എഴുതിയ ആളാണ്. അപ്പോൾ അതിലത്തെ ഹീറോ സരസ്വതി ചന്ദ്ര വീട് വിട്ടു പോകുന്നുണ്ട് സ്വയം കണ്ടെത്താൻ. അതുകൊണ്ടുകൂടെ ഗാന്ധി പറഞ്ഞത് മകൻ വീട് വിട്ടുപോയത് നോവൽ വായിച്ചിട്ടാണ്. പക്ഷേ വേറൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നോവൽസ് ഒരു പക്ഷേ ഗുജറാത്തി സാഹിത്യത്തെ തന്നെ ഒരു നാഥനില്ലാതാക്കി തീർക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വിഡോഡ് എന്നാണ്. നോവൽസ് ആ വിഡോഡ് ഗുജറാത്തി ലിറ്ററേച്ചർ. നവൽ കഥ എന്നാണ് നോവലിന് ഗുജറാത്തിയിൽ പറയുക. അപ്പോൾ ഈ ഹിന്ദ് സ്വരാജിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഗാന്ധിക്ക് കവിതയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം സ്വയം പുനർനിർവചിക്കാനും സ്വയം കണ്ടെത്താനുള്ള മാധ്യമം. അതിനു വേണ്ടിയിട്ട് നോവൽ ഒരു മോഡേണിറ്റിയെ പറ്റിയാണ്, പുതിയ സിവിലൈസേഷനെ പറ്റിയാണ്. അതിനെ വിമർശിക്കാനുള്ള ഒരു പുതിയ തരം വ്യവഹാരമോ ഭാഷയോ ഇനിയും നോവൽ കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു ഗാന്ധിയുടെ ഒരു സമീപനം. പക്ഷെ കവിതയെ സംബന്ധിച്ചോളം ഗാന്ധി കവിതയെ സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പബ്ലിക്കേഷൻസിലും എല്ലാ പ്രതികരണങ്ങളിലും കവിത ചേർക്കാറുണ്ടായിരുന്നു. ഗുജറാത്തി സെക്ഷനിൽ കൂടുതൽ കവിത ചേർക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കവിതയോടുള്ള ഈ സമീപനത്തിൽ ഒരു പക്ഷേ ജനങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത കൂടിയുണ്ട്. 1936 ഗുജറാത്തി സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഒരു അധ്യക്ഷ പ്രസംഗം ഗാന്ധി നടത്തുന്നുണ്ട്. അത് ഇന്നും ഒരു വലിയ ഒരു പാഠപുസ്തകം പോലെ നമ്മൾ വായിക്കേണ്ട ഒരു അധ്യക്ഷ പ്രസംഗമാണ്. ഗുജറാത്തിയിലാണ്, അതിൻ്റെ പരിഭാഷ ഇപ്പോൾ കിട്ടാനുണ്ട്. അതിൽ ഗാന്ധി പറയുന്നത്, നമ്മൾക്ക് 1919 ഗാന്ധി ഈ പദത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയെ ഗുജറാത്ത് സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡൻ്റായി സെലക്ട് ചെയ്തില്ല. അദ്ദേഹം പിൻവലിച്ചു. വേറൊരാൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഗാന്ധി സ്വയം വിഡ്രോ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം ആ പ്രസംഗത്തിൽ ആദ്യം തന്നെ പറയുന്നത്, KM മുൻഷി എന്നെപ്പറ്റി പറഞ്ഞത് എല്ലാം ശരിയല്ല. KM മുൻഷി പറഞ്ഞത് ഞാൻ ഈ 19 എങ്ങനെ ഇത് പദം സ്വീകരിക്കാൻ വിസമ്മതിച്ചോ അത്രത്തോളം ശക്തിയോടെ ഈ പദം ഇന്ന് ഞാൻ സ്വീകരിക്കുന്നുണ്ട്
എന്ന അർത്ഥത്തിലാണ് KM മുൻഷി പറഞ്ഞത്. അത് ശരിയല്ല. ഈ KM മുൻഷിയുമായിട്ട് ഗാന്ധിക്കുള്ള ഒരു നമ്മൾക്ക് കാണാൻ പറ്റും. KM മുൻഷി ജയ് സോമനാഥ് മാതിരിയുള്ള വലിയ നോവൽസ് എഴുതിയ നോവലിസ്റ്റാണ്. ഒരു പക്ഷേ ഗുജറാത്ത് സാഹിത്യ പരിഷത്തിനെ അടക്കി വാണ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് KM മുൻഷി. ഈ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഗാന്ധി വളരെ വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ വന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആശയം, ഇതിൻ്റെ ഭരണഘടന തന്നെ KM മുൻഷി എഴുതിയത് ഒരു അക്ഷരം പോലും മാറ്റാൻ പറ്റില്ല ആ തരത്തിലുള്ള ഒരു നിയമഭാഷയിലാണ്. പിന്നെ ഗാന്ധി പറയുന്നു, ഞാനും നിയമം പഠിച്ച ആളാണ്, ഞാനും പല തരത്തിലുള്ള ഭരണഘടനകൾ എഴുതിയ ആളാണ്, ഏതും മാറ്റാൻ പറ്റും, ജനങ്ങളുടെ വിൽ ആണ്, ജനങ്ങളുടെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏതിനെയും മാറ്റാനാവും. പക്ഷേ ഗാന്ധി അത് കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. പിന്നീട് ഗാന്ധി പറയുന്നു, ഇന്ന് നാം ഇവിടെ കൂടിയത് എന്തിനാണ്, സാഹിത്യം എന്നാൽ എന്തിനാണ്. അതിനുശേഷം ഗാന്ധി പറയുന്നത്, ഇവിടെ ഗുജറാത്തിലെ വലിയ വ്യാപാരികൾക്കോ ധനികർക്കോ സാഹിത്യത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് വലിയ ലൈബ്രറികളുണ്ട്, വലിയ എഴുത്തുകാരുമായിട്ട് അവർക്ക് സമ്പർക്കമുണ്ടാകാം. പക്ഷേ ഞാൻ ഇവിടുത്തെ വിദ്യാഭ്യാസം തന്നെ ഇല്ലാത്ത ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാരെ അവരെ പ്രചോദിപ്പിക്കുന്ന, അവർക്ക് മനസ്സിലാവുന്ന സാഹിത്യം ഇവിടെ എഴുതപ്പെടുന്നുണ്ടോ? ഈ ഒരു ചോദ്യം ഗാന്ധി വളരെ ശക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ചും KM മുൻഷിയുടെ നോവല് ഇവിടെ എത്ര പേർക്ക് മനസ്സിലാവും എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഞാൻ ഈ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്ത് പണിയെടുക്കുന്ന, ദിവസം മുഴുവൻ പണിയെടുക്കുന്ന, ഈ കന്നുകാലികളെ മേയ്ക്കുന്ന, അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് മുഴുവൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന അവർക്ക് അവരുടെ അധ്വാന ഭാരം കുറക്കുന്ന രീതിയിൽ ഒരു ഗാനം അല്ലെങ്കിൽ ഒരു നല്ല വരികൾ എഴുതിത്തരുമോ എന്ന് ഞാൻ പല കവികളോടും ചോദിച്ചു. ചിലർ എനിക്ക് അതിനുള്ള സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിയുടെ ഒരു സാഹിത്യ സമീപനം ഗുജറാത്തിയുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാം. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ മധ്യവർഗ സാഹിത്യം ഇന്നത്തെ ഗുജറാത്തി സാഹിത്യം മിഡിൽ ക്ലാസിൻ്റെതാണ്. അത് കച്ചവട താല്പര്യങ്ങളുള്ളൊരു സാഹിത്യമാണ്. അത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സാഹിത്യമല്ല. അതിലൂടെ നിങ്ങൾക്ക് ജനങ്ങളെ പ്രചോദിപ്പിക്കാനോ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അറിവ് പകർന്നു കൊടുക്കാനോ കഴിയില്ല. ഈ ഒരു ആശയം വളരെ ശക്തമായിട്ട് ഗാന്ധി അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ഹിന്ദ് സ്വരാജിൽ അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചത് നോക്കിയാൽ, ഗുജറാത്തിയിലുള്ള ഹിന്ദ് സ്വരാജിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കോർട്ട് എന്ന വാക്ക് ഗുജറാത്തിയിലെ സാധാരണ ആൾക്കാർ കൊറാട്ടോ എന്നാണ് അതിനെ ഉച്ചരിക്കുക. ഗാന്ധിജി അതാണ് ഉപയോഗിക്കുന്നത്. ഡോക്ടർ എന്നതിനെ ഡാക്ടർ എന്നാണ് ഉച്ചരിക്കുക. ഗാന്ധി ഇത്തരം പദങ്ങളാണ് ഹിന്ദ് സ്വരാജ് ഗുജറാത്തിയിലെ ആദ്യത്തെ തൻ്റെ ഗുജറാത്തി പുസ്തകത്തിൽ എഴുതിയത്. അതുപോലെ അദാലത്ത്, തബീബ്, ഹക്കീം, വൈദ്യ, സാധാരണക്കാർക്ക് ഇത് ഒരു മിഡിൽ ക്ലാസ് ഭാഷയല്ല. അപ്പോൾ ഒരു ഗുജറാത്തി വെർണാക്കുലർ, അത് സാധാരണക്കാരുടെ ഒരു ഡയലക്റ്റിൻ്റെ ഒരു സ്പർശമുള്ള ഗുജറാത്തിയിൽ അവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ എഴുതാൻ കഴിയുമോ എന്നതാണ് എഴുത്തുകാരുടെ മുന്നിലുള്ള ചോദ്യം. അദ്ദേഹം പറയുന്നുണ്ട്, വാർധക്കടുത്ത് സൈഗാണിൽ ഞാനൊരു ആശ്രമം തുടങ്ങി. അവിടെ നിങ്ങൾക്ക് വന്ന് താമസിക്കാനാവില്ല, കാരണം അത്ര മോശമാണ് അവിടുത്തെ സ്ഥിതി. പക്ഷേ ഒരാൾക്കും അവിടെ വിദ്യാഭ്യാസമില്ല, പുസ്തകം വായിക്കാൻ കഴിവുള്ളവരില്ല. അവരെന്ത് പുസ്തകം വായിക്കും? ഈ വലിയ സാഹിത്യ സഭയോട് ഗാന്ധി ചോദിക്കുകയാണ്, മുൻഷിയുടെ നോവല് അവർ വായിക്കുമോ? അല്ലെങ്കിൽ ഭാസനെയോ കാളിദാസനെയോ അവർ വായിക്കുമോ? അപ്പോൾ അവർക്കായിട്ടുള്ള സാഹിത്യം എന്നാണ് ഉണ്ടാവുക എന്നാണ് ഗാന്ധി ചോദിക്കുന്നത്. ഇതുപോലെ തന്നെ ഗാന്ധി ചോദിക്കുന്ന വേറൊരു കാര്യം, അദ്ദേഹം ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ്,
അദ്ദേഹം പറയുന്നു, ഇംഗ്ലീഷിൽ ഞാൻ വായിച്ച, എനിക്ക് ഇംഗ്ലീഷുകാരോട് എതിർപ്പുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ഭാഷയോടോ ഇംഗ്ലീഷ് ജനതയോടോ എനിക്കൊരു എതിർപ്പുമില്ല. ഞാൻ വായിച്ച ഒരു വളരെ മനോഹരമായിട്ടുള്ള ഗ്രന്ഥം ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ഡീൻ ഫറാർ എന്ന ആൾ എഴുതിയതാണ്. ഈ ഡീൻ ഫറാർ എല്ലാ ക്രൈസ്റ്റിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളും വായിച്ചിട്ടാണ് വളരെ ലളിതമായ ഭാഷയിൽ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എഴുതിയത്. അതുപോലൊരു പുസ്തകം നിങ്ങൾക്ക് എഴുതാനാവുമോ? അതാണ് ഗാന്ധി അവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്നത്. ഇത് ഒരു എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമല്ല, അത് ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ഗാന്ധി അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഗാന്ധിയുടെ വേറെ 1-2 കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്താം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ തന്നെ, ഇപ്പോൾ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, ഈ എക്സ്പെരിമെൻറ്റ്സ് എന്ന വാക്കിന് ഗുജറാത്തിയിലെ വാക്ക് പ്രയോഗോ എന്നാണ് ഗുജറാത്തിയിൽ കാണുക. അപ്പോൾ ഈ പ്രയോഗോ എന്നതിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് സാധന എന്ന് ഉപയോഗിക്കാമായിരുന്നു. സാധന എന്ന വാക്കിന് ഉണ്ട് ഒരു ആത്മീയമായിട്ടുള്ള ചില, പക്ഷേ ഗാന്ധി അത് ഉപയോഗിച്ചില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ദർ ആർ തിങ്സ് വിച്ച് ഓൺലി മൈസെൽഫ് ആൻഡ് മൈ ക്രിയേറ്റർ നോ. അപ്പോൾ സാധന എന്ന് പറഞ്ഞാൽ എനിക്കും ദൈവത്തിനും ഇടയിൽ അന്യോന്യം നമ്മൾ അറിയുന്നതാണ്. അത് ഭാഷയിലേക്ക് പകർത്താൻ കഴിയില്ല. പ്രയോഗം അതല്ല, ഞാൻ പരീക്ഷണം നടത്തുകയാണ്. എൻ്റെ ചില സംശയങ്ങളോ സന്ദേഹങ്ങളോ ആശയങ്ങളോ ഞാനത് ജീവിതത്തിൽ പകർത്താനുള്ള പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഒരു പരീക്ഷണശാലയിൽ കണ്ടെത്തുന്ന വസ്തുതകളെ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആ രീതിയിലാണ് ഈ കൃതിയെ 1924 27 സത്യാനോ പ്രയോഗോ, ഈ ആത്മകഥ എന്ന വാക്ക്, അതിനെപ്പറ്റിയും ഗാന്ധി എഴുതുന്നുണ്ട്, അതിനെപ്പറ്റി ചർച്ച നടക്കുന്നുണ്ട്. ഓട്ടോബയോഗ്രഫി അല്ല ഇത് ആത്മകഥയാണ്. ഓട്ടോബയോഗ്രഫി എന്ന ഒരു ഫോമിൽ തന്നെ ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ അതിലൊരു ഇൻഡിവിജ്വലുണ്ട്, ഒരു വ്യക്തി പ്രധാനമാണ് ഓട്ടോബയോഗ്രഫി. സെൽഫ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഗാന്ധി പറയുന്നു, ഇത് തന്നെ കണ്ടെത്താനുള്ള ഒരു മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള അന്വേഷണം കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് ഓട്ടോബയോഗ്രഫി അല്ല, ആത്മകഥ. ഈ ആത്മകഥ എന്ന വാക്കാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ മറ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് ഒരു പുതിയ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കി. അത് ഇന്ത്യക്കാരെ മുഴുവൻ, അവിടെയുള്ള എല്ലാ ഇങ്ങനെയുള്ള പുറത്തുനിന്ന് വന്നവരെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അത് ഗാന്ധിക്ക് കൊടുത്തപ്പോൾ ഗാന്ധി ആദ്യം ചെയ്തത് അത് ഗുജറാത്തിയിലേക്ക് പരിഭാഷപ്പെടുത്തുമായിരുന്നു. സ്വയം പരിഭാഷപ്പെടുത്തിയാൽ മാത്രമേ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അതിൻ്റെ ഒരു ഘടനയിലൂടെ അതിൻ്റെ ആശയലോകം തനിക്ക് വെളിപ്പെടുള്ളൂ എന്ന് ഗാന്ധിക്ക് മനസ്സിലായിരുന്നു. സോക്രട്ടീസിനെ പറ്റി ഗാന്ധി ആദ്യം ഗുജറാത്തിയിൽ എഴുതുന്നു. ജോൺ റസ്കിൻ്റെ അണ്ടർ ദ ലാസ്റ്റ് വായിച്ച ശേഷം തന്നെ ആകെ അത് പിടിച്ചു കുലുക്കി, തന്നെ ഒരു പുതിയ മനുഷ്യനാക്കി. സർവോദയ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതിനെ അദ്ദേഹം ഗുജറാത്തിയിൽ എഴുതുന്നു. അപ്പോൾ പരിഭാഷ, ഗുജറാത്തിയിലൂടെയുള്ള അന്വേഷണം, ഇത് രണ്ടും ഗാന്ധിജിയെ സംബന്ധിച്ചോളം വളരെ വളരെ പ്രധാനമായിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് ഈ ജീവിതത്തിൽ ഏതാണ്ട് മുഴുവൻ കാലഘട്ടത്തിലും ഈ ഗുജറാത്തിയുടെ ഒരു മാധ്യമത്തിലൂടെ ലോകത്തെ കാണാനും ലോകത്തെ മനസ്സിലാക്കാനുള്ള ആ ഒരു ശ്രമം തുടരുന്നുണ്ട്. ഇത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഈ രാമേന്ദ്ര ഗുഹയെ നിങ്ങൾ ഇന്ന് കേൾക്കും, അദ്ദേഹം ഒരിക്കലും എഴുതിയിട്ടുണ്ട്, ബൈലിംഗ്വൽ ഇൻ്റലക്ച്വൽസ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു പക്ഷേ ലോഹി ആയിരിക്കും അവസാനം. അങ്ങനെയുള്ള വലിയ ബൈലിംഗ്വൽ ഇൻ്റലക്ച്വൽസ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇല്ലാതായി? നമ്മൾക്ക് വലിയ തരത്തിലുള്ള ടെക്നോക്രാറ്റ്സ് ഉണ്ട്, അവരുടെ വേൾഡ് വ്യൂ നമുക്കറിയാം. നെഹ്റു ഒരിക്കലും ഒരു ബൈലിംഗ്വൽ ഇൻ്റലക്ച്വൽ ആയിരുന്നില്ല. പക്ഷേ ഓരോ സംസ്ഥാനത്തിലും അക്കാലത്ത്, ഇപ്പം മൗലാന ആസാദ് വലിയ ബൈലിംഗ്വൽ ഇൻ്റലക്ച്വൽ ആയിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിലും ഓരോ ഭാഷയിലും
ഇംഗ്ലീഷിലും അതേസമയം അവരുടെ ഭാഷയിലും ഒരുപോലെ സ്വാധീനമുള്ള ഫ്ലുവൻസിയുള്ള ലോകവുമായിട്ട് തൻ്റെ ഈ ഡയലോഗ് നിരന്തരം ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ഒരു വംശം തന്നെ ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. ഗാന്ധിയെ തിരിച്ചു പിടിക്കുക, ഗാന്ധിയുടെ ഒരു ഇൻ്റലക്ച്വൽ ലീഗസി, ബൗദ്ധികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഭാഷയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ലോകവീക്ഷണത്തെ, അതുകൊണ്ടാണ് അദ്ദേഹം കവിതയെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ ആവശ്യത്തോടെ പറയുന്നുണ്ട് ഈ ഭക്തി കവിതയെപ്പറ്റി. ഭക്തി കവിതയിലും ടാഗോറും മറ്റേ അദ്ദേഹം ഒരു ആന്തോളജി ഓഫ് ഭക്തി പോയംസ്, അത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ സഭയിൽ ചെല്ലുന്ന സോങ്സാണ്. പക്ഷെ അങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭക്തി കവിതയിലുള്ള ഒരു അതിലൂടെ ലോകം കാണുന്ന ഒരു രീതി, അതെനിക്ക് തോന്നുന്നത് ഒരു പോപ്പുലർ എന്ന നിലക്കല്ല അതിനെ കാണേണ്ടത്. അത് ജനങ്ങളെ സ്പർശിക്കുന്ന ഒരു, ഇപ്പോൾ കബീറായാലും മീറയായാലും എഴുത്തച്ഛനായാലും അല്ലെങ്കിൽ തമിഴിലെ ആഴ്വാർമാരായാലും ജനങ്ങളുടെ ഒരു ഹൃദയത്തിനെ സ്പർശിക്കുന്ന ഒരു ഭാഷയുടെ ഒരു സാന്നിധ്യം എല്ലാ ഭാഷകളിലും അതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ബോധമുള്ള ഒരു ഇന്ത്യയെ കണ്ടെത്താൻ ഇന്ത്യൻ ഭാഷകളെ നിരന്തരമായി ഉപയോഗിച്ച ഒരു വെറും ഗുജറാത്തി ഇൻ്റലക്ച്വൽ ആയിരുന്നില്ല അദ്ദേഹം റസ്കിൻ, സോക്രട്ടീസിനെ പറ്റി അദ്ദേഹം ഒരു ഗുജറാത്തിലൊരു നോവലുണ്ട്, അത് പിന്നീട് എഴുതപ്പെട്ടു. അതുപോലെ ജോൺ റസ്കിൻ, തോറോ, ഇങ്ങനെ നിരന്തരമായി ഒരു വേൾഡ് ക്ലാസ് ഫിലോസഫേഴ്സിനെ അദ്ദേഹം അറിയുന്നുണ്ട്. അതൊക്കെ ഗുജറാത്തിയിലൂടെയാണ് അദ്ദേഹം സ്വാംശീകരിക്കുന്നത്. ഇത് വളരെ ഗുജറാത്തിലെ ഒരു പ്രത്യേക തരത്തിൽ അദ്ദേഹം ഒരു ഫ്രെയിമായിട്ട് തൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചക്ക് അതൊരു ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാഹിത്യത്തിലെ ഗാന്ധിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു ഡൈമെൻഷൻ ഗുജറാത്തി ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതിൽ ജീവിച്ച് കൊണ്ടിരുന്ന, അതിൽ മാനസിക ആത്മീയ ജീവിതം ജീവിച്ച ഒരു ഗാന്ധിയെപ്പറ്റി നമ്മൾ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. ഗാന്ധി അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ എന്താണ് ചെയ്തത് എന്നാണ് രാമകൃഷ്ണൻ മാഷ് ആദ്യ ഭാഗത്ത് പറഞ്ഞത്. അടുത്തതായി നമുക്ക് രവീന്ദ്രൻ സാർ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഞാൻ തീർച്ചയായും ഡോക്ടർ രാമകൃഷ്ണൻ പറഞ്ഞ ഐഡിയാസ്, പറഞ്ഞ ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഞാൻ പക്ഷേ ഈ കാര്യത്തിൽ സാഹിത്യത്തിലെ ഗാന്ധി എന്ന് പറയുന്നതിന് പകരം ഞാൻ പറയാൻ ഇഷ്ടപ്പെടുക എഴുത്തിലെ ഗാന്ധി എന്ന് പറയാനാണ്. കാരണം വാസ്തവത്തിൽ ഗാന്ധിജി ചെയ്തത്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും, സൂചനയിലൂടെ അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഞാനൊരു സാധാരണ അർത്ഥത്തിലുള്ള ഒരു സാഹിത്യകാരനല്ല എന്ന് മാത്രമല്ല, ഞാൻ പലപ്പോഴും എൻ്റെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ആളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു സമയത്തുള്ള അഭിപ്രായം പിന്നീടുള്ള ഒരു സമയത്ത് വരുന്ന അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിൽ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ പിൽക്കാലത്തുള്ള എൻ്റെ പൊസിഷനെയാണ് എൻ്റെ സ്വന്തം പൊസിഷനായി സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ അർത്ഥത്തിലുള്ള ഒരു അദ്ദേഹം കവിതയിലൊക്കെ താല്പര്യം കാണിച്ചു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ സാധാരണ അർത്ഥത്തിലുള്ള ഒരു സാഹിത്യകാരനായി, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നാം സാഹിത്യത്തെ നിർവചിക്കുന്ന ആ ഒരു നിർവചനത്തിൻ്റെയൊക്കെ ഒരു ബലത്തിൽ നമുക്ക് ഗാന്ധിജിയെ ഒരു സാഹിത്യകാരൻ എന്ന രീതിയിൽ കാണാൻ പറ്റില്ല. നേരെ മറിച്ച് ഗാന്ധി ധാരാളം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നഖചിത്രമാണിപ്പോൾ നമ്മൾ കേട്ടത്. ധാരാളം ഗുജറാത്തി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും
ഹിന്ദിയിലും ഒക്കെ ട്രാൻസ്ലേഷൻ എന്നുള്ളത് ഹിന്ദിയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്ത്യൻ ഒപ്പീനിയൻ 4 ഭാഷകളിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ സാധാരണ അർത്ഥത്തിലുള്ള സാഹിത്യത്തിലെ ഗാന്ധി എന്നതിന് പകരം എഴുത്തിലെ ഗാന്ധി എന്താണ് ചെയ്തത് എന്ന് നമുക്ക് അന്വേഷിക്കുന്നത്. എഴുത്ത് എന്ന് പറയുന്നത്, ഞാൻ ഇന്നത്തെ പല സാഹിത്യ ചിന്തകരും പറയുന്ന എക്രിച്ചർ എന്ന് പറയുന്ന, റൈറ്റിംഗ് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ അല്ല എന്ന് വളരെ കൃത്യമായി നിർവചിച്ചുകൊണ്ടാണ് ഈ റൈറ്റിങ്ങിനെ കുറിച്ചുള്ള സമകാലിക ചിന്തകളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു റൈറ്റിങ്ങിനെ കുറിച്ചാണ് നാം സംസാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗാന്ധിജി പലപ്പോഴും തൻ്റെ എഴുത്ത് അഡ്രസ്സിയെക്കുറിച്ച് ഗാന്ധിജി അഡ്രസ്സ് ചെയ്യുന്ന സഞ്ചയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളെക്കുറിച്ച്, ഓഡിയൻസിനെക്കുറിച്ച് അതും ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചില ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെന്നും അല്ലാതെ സാഹിത്യത്തെക്കുറിച്ച് നാം ഇപ്പോൾ പങ്കുവെക്കുന്ന സങ്കല്പത്തിലുള്ളതുപോലെ ലക്ഷ്യം അതുതന്നെയായ ഒരു വ്യവഹാരത്തെക്കുറിച്ചല്ല എന്നും വളരെ വ്യക്തമായി ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. അതാണ് ഒന്നാമത്തെ ഒരു പ്രമേയം. അപ്പോൾ ആ അർത്ഥത്തിൽ വരുമ്പോൾ നമുക്ക് ഗാന്ധിജിയെ മറ്റൊരു തലത്തിൽ കാണേണ്ടി വരും. തീർച്ചയായും അദ്ദേഹം ഭാഷയെക്കുറിച്ച് വ്യത്യസ്തമായ ധാരണകൾ വെച്ചു പുലർത്തി. നെഹ്റു പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലാണ്, ഐ ഫീൽ അറ്റ് ഹോം ഇൻ ഇംഗ്ലീഷ് എന്ന് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി ഒരിക്കലും അങ്ങനെ പറയില്ല. ഗാന്ധിജിക്ക് അറിയാം താൻ പ്രാദേശിക ഭാഷകളുടെ ഒരു ഓഡിയൻസിനോടാണ് താൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നെഹ്റു തീർച്ചയായും അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് വളരെ ആത്മാർത്ഥതയോടെയാണ്. അദ്ദേഹം യാതൊരു കാപട്യവുമില്ലാതെ പറയുകയാണ്, എൻ്റെ ഒരു വലിയ പ്രശ്നം, ഐ ഫീൽ ടോട്ടലി അറ്റ് ഹോം ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് വൈൽ ഐ ആം ടോട്ടലി ഔട്ട് ഓഫ് ട്യൂൺ വിത്ത് ദ പീപ്പിൾ ഹൂ സ്പീക്ക് റീജിയണൽ ലാംഗ്വേജസ്, വിത്ത് ഓഡിയൻസ് ഹൂ സ്പീക്ക് റീജിയണൽ ലാംഗ്വേജസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഗാന്ധിജി പറഞ്ഞുകൊണ്ടിരുന്നത് ചില ആശയങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണമെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വ്യത്യാസം കൃത്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ ജന്മശതാബ്ദി വർഷമായി ഇരിക്കുന്ന ഫ്രാൻസ് ഫാനനെ പോലുള്ള ഒരു ചിന്തകനുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഫ്രാൻസ് ഫാനൻ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ചിന്തകനാണ്. പ്രത്യേകിച്ച് ഗാന്ധിജിയെ പോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുള്ള ഫ്രാൻസ് ഫാനൻ. ഇപ്പോൾ ഫാനൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കൊളോണിയൽ ആശയങ്ങൾ അത് പോസ്റ്റ് കൊളോണിയൽ എന്ന പ്രയോഗം തന്നെ ഉപയോഗിക്കുന്നത് ഫാനനിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെ പോസ്റ്റ് കൊളോണിയൽ കൾച്ചറും അതിലുള്ള ഹിംസയുടെ സ്ഥാനവും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഫാനൻ പറയുന്ന ആശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഗാന്ധിജിയുടെ പല ലേഖനങ്ങളും പല എഴുത്തുകുത്തുകളും വരുന്നത്. രണ്ടുപേരും തമ്മിൽ തീർച്ചയായും കാലവ്യത്യാസമുണ്ട്. ഫാനൻ്റെ കൃതികൾ വരുന്നത് 1950-കൾക്ക് ശേഷമാണ്. എങ്കിലും ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള, ഇപ്പോൾ ഫാനനെ പറ്റി നമ്മളൊരു സാഹിത്യകാരൻ എന്ന രീതിയിൽ പറയാത്തതുപോലെ ഗാന്ധിയെക്കുറിച്ചും നമുക്ക് ഒരു സാഹിത്യകാരൻ എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗാന്ധി ഇപ്പോൾ നോവലിൽ യാതൊരു താല്പര്യമില്ലെന്ന് സൂചിപ്പിച്ചു. അല്ലെങ്കിൽ സിനിമയിൽ ഗാന്ധിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സിനിമയെ എതിർക്കണം നാം എന്ന്. കാരണം ആധുനിക ജീവിതബോധവും ആധുനികമായ സംസ്കാരവും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഈ തരം മാധ്യമങ്ങളിലൂടെയാണ് എന്ന് ഗാന്ധി പറയുമായിരുന്നു. അപ്പോൾ
അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ വ്യവഹാരത്തെയും സാഹിത്യ ഭാഷയെയും ഒക്കെ കണ്ടിരുന്ന ഗാന്ധി, അങ്ങനെ ഉള്ള ഗാന്ധി എങ്ങനെയാണ് നമ്മുടെ സാഹിത്യത്തിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഗാന്ധി നമ്മുടെ സാഹിത്യത്തിൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്നത് എന്നതാണ് ഒരുപക്ഷെ നമുക്ക് ആലോചിക്കാൻ പറ്റുക. ഇതിനെപ്പറ്റി ധാരാളം പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാവുന്നത്, ഇപ്പോൾ ഗാന്ധിജി എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ലോകഭാഷകളിലും ഒക്കെ തന്നെ ഗാന്ധിജി പലതരത്തിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലതരത്തിൽ പ്രതിനിധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ആദ്യകാലങ്ങളിൽ ഗാന്ധി പലപ്പോഴും റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് ഒരു ചരിത്ര പുരുഷൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാവുന്ന ഇപ്പോൾ വള്ളത്തോളിൻ്റെ ഗാന്ധി ചിത്രം, വള്ളത്തോളിൻ്റെ ഗാന്ധി ചിത്രം, അല്ലെങ്കിൽ NV കൃഷ്ണവാര്യർ മുമ്പ് എഴുതിയ ഗാന്ധി ചിത്രം, മുമ്പ് എഴുതിയതെന്ന് ഉദ്ദേശിക്കുന്ന MVയുടെ പ്രശസ്തമായ എന്താണ് മഹാത്മാഗാന്ധിയും നാഥുറാം ഗോഡ്സെയും എന്ന കൃതിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം മഹാത്മാഗാന്ധി എന്ന പേരിൽ 30കളിൽ ഒരു കവിത എഴുതിയിരുന്നു. അപ്പോൾ ആ കവിതയിലൊക്കെ വരുന്ന തരത്തിലുള്ള ഗാന്ധി ചിത്രണം, അത് ഗാന്ധിയെ ഒരു വലിയ ചരിത്ര നായകനാക്കി അവതരിപ്പിക്കുന്ന, ഗാന്ധിയെ ഒരു യുഗപുരുഷനായി അവതരിപ്പിക്കുന്ന കവിതകളാണ്, അല്ലെങ്കിൽ സാഹിത്യ രചനകളാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി നാം ഗാന്ധി ചിത്രണങ്ങൾ കാണുമ്പോൾ, പിന്നീട് വരുന്ന ഗാന്ധി ചിത്രണങ്ങൾ കാണുമ്പോൾ, ഗാന്ധി വ്യത്യസ്തമായ രീതികളിൽ സാഹിത്യ രചനകളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമുക്ക് കൗതുകത്തോടെ കാണാൻ പറ്റും. ഇപ്പോൾ അടുത്ത കാലത്തല്ല, സച്ചിദാനന്ദൻ ആദ്യകാലത്ത് എഴുതിയ ഒരു കവിത, അതിൻ്റെ പേര് ഗാന്ധിയും കവിതയും എന്നാണ്. ഞാനീ പറഞ്ഞ വ്യത്യാസം ഒരുപക്ഷെ ഈ ഒരു സച്ചിദാനന്ദൻ കവിതയിൽ തന്നെ കാണാം. ഗാന്ധിയും കവിതയും എന്നുള്ളതിൽ ഗാന്ധിയെ കാണാൻ ഒരു കവിത വരികയാണ്, പക്ഷേ ഗാന്ധിയിൽ പ്രവേശം കിട്ടുന്നില്ല കവിതയ്ക്ക്, ഗാന്ധിയെ കാണാൻ അനുവാദം കിട്ടുന്നില്ല. കാരണം ഈ കവിത പഴയ അർത്ഥത്തിൽ ആധുനികമായ രീതിയിൽ, പഴയ അർത്ഥത്തിലല്ല ആധുനികമായ രീതിയിൽ നാം മനസ്സിലാക്കുന്ന കവിതയാണ്. ആ കവിതക്ക് ഗാന്ധി സന്നിധിയിൽ പ്രവേശം കിട്ടുന്നില്ല. അപ്പോൾ കവിത തിരിച്ചു പോയി അത് ഒരു വിത്തിൽ അഭയം പ്രാപിച്ചു. എന്നിട്ടത് ഒരു കർഷകന് പിന്നെ ഭക്ഷണം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കും വരെ അവിടെ ഡോർമൻ്റായി നിന്നു എന്നാണ് ആ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതി വാസ്തവത്തിൽ ഞാനീ പറഞ്ഞ ഒരു ആർഗ്യുമെൻറ്റിനുള്ള ബലം എന്നുള്ള രീതിയിലാണെന്ന് തോന്നില്ല സച്ചിദാനന്ദൻ അത് എഴുതിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ആർഗ്യുമെൻറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന രീതിയിൽ ആണ് രചനകളിൽ പലപ്പോഴും ഗാന്ധി ചിത്രണങ്ങൾ വരുന്നത്. അപ്പോൾ ഗാന്ധി ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ അല്ലെങ്കിൽ ഒരു ചരിത്ര പുരുഷൻ എന്ന രീതിയിൽ നിന്നും മാറി ഗാന്ധി ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറായി, അല്ലെങ്കിൽ ഒരു ഗാന്ധിക്ക് ചുറ്റും ഒരു മിത്തോളജിയുടെ പരിവേഷം വരുന്ന രീതിയിൽ ഉള്ള ചിത്രണങ്ങൾ നാം പിന്നീട് എല്ലാ ഭാഷകളിലും ഇത് കാണാം. ഇത് പിന്നെ മലയാളത്തിലുള്ള മാത്രം പ്രത്യേകതയല്ല, മറ്റ് ഇന്ത്യൻ ഭാഷകളിലും. ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് ശിശിർ കുമാർ ദാസ് എഴുതിയ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അക്കാലത്ത് ഗാന്ധിജി എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ചിത്രണം ചെയ്യപ്പെടുന്നു, ഗാന്ധിജി സംസ്കൃത ഭാഷയിൽ പോലും ഗാന്ധിജി ചിത്രണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ഗാന്ധി ചിത്രങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഗാന്ധിയെക്കുറിച്ചുള്ള രചനകൾ വരുന്നു. പക്ഷേ ആ രചനകൾക്കുള്ളിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന രസകരമായ ഒരു കാര്യം, ഗാന്ധി ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ എന്നുള്ള രീതിയിൽ നിന്ന് മാറി പിൽക്കാലത്ത് ഗാന്ധി ഒരു മിത്തോളജിയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് സമീപകാല മലയാള കൃതികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സാവിത്രി രാജീവൻ്റെ ഒരു കവിതയുണ്ട്, ഗാന്ധി എന്നാണ് അതിൻ്റെ പേര്, സാവിത്രി രാജീവൻ്റെ. അല്ലെങ്കിൽ
രാഘവൻ അത്തോളിയുടെ ഒരു കവിതയുണ്ട്, ഗാന്ധി എന്ന് തന്നെയാണ് അതിൻ്റെയും പേര്. അപ്പോൾ അതിൽ ഗാന്ധിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. രാഘവൻ അത്തോളിയുടെ കവിതയിൽ ഗാന്ധിയെക്കുറിച്ച് ഏതോ ഒരു അവസാനത്തെ ഒരു വൺ ലൈൻ റെഫറൻസോ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഗാന്ധിയുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? അതിനുള്ള കാരണം ഗാന്ധി നമ്മുടെ ഒരു മിത്തോളജിയുടെ ഭാഗമായി മാറി എന്നതാണ്. ഇപ്പോൾ മിത്തോളജി എന്ന് പറഞ്ഞാൽ മിത്തോളജി ഒരു കൺസ്ട്രക്ഷനാണ്, വാസ്തവത്തിൽ ഒരു നിർമ്മിതിയാണ്. നാം ഒരു ചരിത്ര സവിശേഷമായ ഒരു ചരിത്ര മുഹൂർത്തത്തെ ജനറലൈസ് ചെയ്യാൻ സഹായമാകുന്ന രീതിയിൽ അതിനെ പുനർചിത്രണം ചെയ്യുമ്പോഴാണ് മിത്തോളജി ഉണ്ടായി വരുന്നത്. ഒരു ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഒരാൾ, അയാൾ ചരിത്രത്തിന് പുറത്ത് പുനഃപ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ പിന്നെ ചരിത്രപരമായ കാര്യങ്ങളൊന്നും അതിൽ ബാധകമല്ല. ഇതാണ് ഗാന്ധിജിയുടെ ചിത്രണത്തിലും സംഭവിച്ചിരിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഗാന്ധി, അതാണ് നമുക്ക് വള്ളത്തോളിലൊക്കെ കാണാൻ പറ്റിയത്. അതിൽ നിന്ന് മാറി ചരിത്രത്തിന് പുറത്ത് ഗാന്ധി നിൽക്കുമ്പോൾ അത് വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള, വളരെ സാമാന്യവത്കരിക്കപ്പെട്ട ചില ആശയങ്ങളുടെ ഒക്കെ ഒരു സ്ഥാനമായി മാറുകയാണ്. ഇതാണ് അൻവർ അലി ഇവിടെ എവിടെയോ കണ്ടു ഞാൻ. അൻവർ അലി ഇപ്പോൾ ഈ അടുത്ത് ഗാന്ധി തൊടൽ മാല അല്ലേ, ഇത് എഴുതിയതിൻ്റെ അങ്ങനെയുള്ള ഒരു മിഥോളജി ഗാന്ധിജിക്ക് ചുറ്റും വരുമ്പോഴാണ് ഈ ഒരു കവിത സാധ്യമാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കവിതകൾ, ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഇന്നത്തെ ചരിത്രസന്ധിയിൽ മാത്രം സാധ്യമാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സാധ്യമാവണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫോക്കസ് എഴുത്തിലെ ഗാന്ധി എന്നിലേക്ക് തിരിയണം. സാഹിത്യത്തിലെ ഗാന്ധി എന്ന് പറയുന്നതിന് പകരം നാം എഴുത്തിലെ ഗാന്ധി എന്നുള്ള ഒരു സങ്കല്പനത്തിലേക്ക് മാറി വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം രവീന്ദ്രൻ സാർ ഉന്നയിച്ചത്, നേരത്തെ ശരിക്കും ഈ വിഷയം എഴുത്തിലെ ഗാന്ധി എന്ന് തന്നെയായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരം, എഴുത്തിലെ ഗാന്ധി കൃത്യമായും അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി ഒരുപാട് ആളുകൾ എഴുതിയതുണ്ട്. അപ്പോൾ അതൊരു വലിയ വിശാലമായൊരു ഏരിയ. രാമേന്ദ്ര ഗുഹയെപ്പോലെ ഏറ്റവും കൂടുതൽ ഗാന്ധിയെക്കുറിച്ച് എഴുതിയ ആൾ നേരിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കവിതകളിലും നോവലുകളിലുമൊക്കെ ഗാന്ധി എങ്ങനെ പ്രതിനിധാനം ചെയ്യപ്പെട്ടു ഇന്ത്യൻ ഭാഷകളിലും ലോകഭാഷകളിലും മലയാളത്തിലും എന്നത് കുറച്ചുകൂടെ നമ്മൾ അതിൻ്റെ ഒരു സാഹിത്യം ചരിത്രവും എങ്ങനെ ചേർന്നു പോകുന്നു, ഏതിൽ നിന്ന് ഊർജം സ്വീകരിച്ചു. പിന്നീട് വന്ന ഗാന്ധിയുടെ ജീവിതകാലത്ത് NVയെ-കുറിച്ച് നേരത്തെ പറഞ്ഞു, 1930-കളിൽ എഴുതുമ്പോൾ ഗാന്ധി ജീവനോടെ ഉണ്ട്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷമുള്ള സാഹിത്യത്തിൽ ഗാന്ധി എങ്ങനെയാണ് എന്ന തരത്തിലേക്ക് ഈ ഒരു അന്വേഷണം നടത്തിയാൽ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ നമുക്കിതിനെ കാണാൻ പറ്റും എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയമായി സ്വീകരിച്ചത്. ഏതായാലും രവീന്ദ്രൻ സാർ അത് രണ്ടും യോജിപ്പിച്ചു. ഗാന്ധി എന്ന എഴുത്തും ഗാന്ധിയുടെ എഴുത്തും, ആ രണ്ടുമായിട്ടും അദ്ദേഹം അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി സജയ് KV സാഹിത്യത്തിലെ ഗാന്ധിയിൽ തന്നെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗാന്ധി ഉത്സവത്തിലെ അല്ലേ, അങ്ങനെ ആയിരിക്കും ഗാന്ധി ഫെസ്റ്റ് മലയാളത്തിൽ പറയാൻ പറ്റുക. ഗാന്ധി ഉത്സവത്തിലെ രണ്ടാമത് സാഹിത്യ സെഷനാണ് ഇത്. മറ്റു സെഷൻസ് എല്ലാം ഒരുപക്ഷെ ഗാന്ധിജിയുടെ ദർശനത്തിലും രാഷ്ട്രീയത്തിലും ഊന്നുമ്പോൾ ഗാന്ധിയെ സാഹിത്യത്തിൻ്റെ ചട്ടക്കൂടിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുന്ന രണ്ടാമത് സെഷനാണ്. ഒന്നാമത് സെഷൻ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു, നമ്മൾ കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. അൻവർ അലിയുടെ ഗാന്ധി തൊടൽമാല തൊട്ടുള്ള കവിതകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ മലയാള കവിതയുടെ വർത്തമാനത്തിൽ അതിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അൻവർ അലിയോളം ഗാന്ധി സ്പർശം എത്തിയിരിക്കുന്നു. ബഷീറിൽ നിന്ന് കിട്ടിയ ആ സ്പർശം, ബഷീറിൻ്റെ കുട്ടിക്കാലത്ത് വൈക്കം ബോട്ട് ചെട്ടിയിൽ വെച്ച് കിട്ടിയ ആ സ്പർശം അൻവർ അലി എന്ന ഏറ്റവും പുതിയ, ഏറ്റവും സമകാലികനായ കവിയെ കൂടി സ്പർശിക്കുന്നു. ഒരു സ്പർശം പലരിലൂടെ ഇങ്ങനെ കൈമാറി ഒരു ഗാന്ധി തൊടലിൻ്റെ പരമ്പര നമ്മുടെ സാഹിത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ഭൂതകാല ക്രിയാരൂപം ഉപയോഗിച്ച് പറയേണ്ട കാര്യമല്ല, ഇറ്റ് ഹാപ്പൻസ്.
സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിക്കും എന്ന വിധം അത്രമേൽ സജീവമാണ്, സചേതനമാണ് മലയാള സാഹിത്യത്തിലെ ഗാന്ധി സാന്നിധ്യം. മലയാള സാഹിത്യത്തിൽ മാത്രമല്ല, എല്ലാ ഇന്ത്യൻ ഭാഷകളിലും അതുണ്ട്. എൻ്റെ ധാരണയുടെ പരിചയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ മലയാള കവിതയെക്കുറിച്ച് പറയുന്നത്. ചില തമിഴ് കവിതകൾ, കന്നഡ കവിതകളിലെ ഗാന്ധിയെ ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്രഹ്മണ്യ ഭാരതി മഹാത്മാഗാന്ധിയോട് എന്ന പേരിലൊരു കവിത എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ കവിത വായിക്കാൻ സാധിച്ചിട്ടില്ല, എൻ്റെ പരിഭാഷയും വായിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സുബ്രഹ്മണ്യ ഭാരതി ഗാന്ധിയെ കാണാൻ പോയൊരു സംഭവത്തെപ്പറ്റി വായിക്കാനിടയായി. വളരെ ഉദ്ധതനായ, ഗാന്ധിയോട് വലിയ മതിപ്പുണ്ടായിരുന്ന ഭാരതിയാർ ഗാന്ധിജിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. നാളെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു മീറ്റിങ്ങിൽ അങ്ങേക്ക് അധ്യക്ഷം വഹിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗാന്ധി സൗമ്യനായിട്ട് തൻ്റെ സെക്രട്ടറിയോട്, മിസ്റ്റർ ദേശായി, നാളെ എങ്ങനെയാണ് 4 മണിക്ക് നമുക്ക് ഒഴിവുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു പരിപാടി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. സുബ്രഹ്മണ്യ ഭാരതി മറുപടി കാത്തു നിൽക്കുന്നു. അപ്പോൾ ഗാന്ധി പറയും, നാളെ പറ്റില്ല, മറ്റന്നാൾ പറ്റും, മറ്റന്നാൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കവി സുബ്രഹ്മണ്യ ഭാരതി എന്ന കവി ഗാന്ധി സവിധം വിട്ടുപോയി എന്നാണ് ആ കഥ. ഇതുപോലെ ഗാന്ധിയെ സംബന്ധിച്ച് ഈയിടെ അറിയാനിടയായ ഒരു വാർത്ത, ഗാന്ധിയെപ്പറ്റി ഉള്ള എഴുത്തുകളിൽ ഏറ്റവും പ്രചാരം കിട്ടിയ ഒരു വാക്യം, ഇതുപോലൊരാൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ഇനി വരും കാലങ്ങളിൽ ആരും വിശ്വസിച്ചേക്കില്ല എന്ന ഐൻസ്റ്റീനിൻ്റെ വാക്യമാണല്ലോ. ഈ വാക്യം എഴുതപ്പെട്ടത് ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഗാന്ധിയുടെ 75ാം പിറന്നാളിനോടനുബന്ധിച്ച് 44-ലോ മറ്റോ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകത്തിലേക്ക് ഐൻസ്റ്റീൻ എഴുതി അയച്ച സന്ദേശത്തിലാണ് ഈ വാക്യം എഴുതപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. കാരണം ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി മലപ്പുറത്തുള്ള ഒരാളുടെ കൈവശമുണ്ട് എന്ന് ഒരു പത്രപ്രവർത്തകൻ കണ്ടെത്തി. അത് വാർത്തയായി തീരുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഐൻസ്റ്റീനിയൻ വാക്യം എഴുതപ്പെട്ടത് ഈ പുസ്തകത്തിന് വേണ്ടിയായിരുന്നുവെന്നും അത് 44-ലായിരുന്നുവെന്നും ഗാന്ധി ജീവിച്ചിരിക്കുകയായിരുന്നുവെന്നും ഗാന്ധിയുടെ 75ാം പിറന്നാളായിരുന്നു അതിൻ്റെ സന്ദർഭമെന്നും കണ്ടെത്തപ്പെടുന്നത്. മറ്റൊന്ന്, കൗതുകകരമായ മറ്റൊരു കാര്യം, ഈയിടെ ടാഗോറിൻ്റെ കഥയെ ആസ്പദമാക്കി സത്യജിത് റോയ് സംവിധാനം ചെയ്ത ചാരുലത എന്നൊരു സിനിമയുണ്ടല്ലോ. ആ സിനിമയിൽ ചാരുലതയുടെ ഭർത്താവ് ഭൂപതി ഒരു പത്രമുടമയാണ്. ആ പത്രത്തിൻ്റെ പേര് ദ സെൻറ്റിനൽ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഓർമ്മിക്കുക, ടാഗോർ ഗാന്ധിജിയെ വിളിച്ചിരുന്നത് ദ ഗ്രേറ്റ് സെൻറ്റിനൽ എന്നായിരുന്നു എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് വേണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രബുദ്ധനായ ഒരു ബംഗാളി നടത്തിയിരുന്ന ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പേരായി നോവലിലും, ഒരുപക്ഷെ നോവലിലും അങ്ങനെ തന്നെ ആയിരിക്കും, ടാഗോറിൻ്റെ നോവലിലും ഈ സിനിമയിലും കടന്നു വരുന്നത് ദ സെൻറ്റിനൽ എന്ന പേരാണ്. മറ്റൊന്ന്, ഭാഷയെപ്പറ്റി രാമകൃഷ്ണൻ മാഷും രവീന്ദ്രൻ സാറും ഇവിടെ സംസാരിച്ചു. ഗാന്ധിയുടെ ഭാഷാ സമീപനത്തെപ്പറ്റി അദ്ദേഹം 2 ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന, ഇംഗ്ലീഷിലും മാതൃഭാഷയിലും ആശയവിനിമയം നടത്താൻ ശേഷിയുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഭാഷ ഒരു പ്രശ്നമായി തീർന്ന ഒരു കണ്ടുമുട്ടൽ ഗാന്ധിജിയുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ ശതാബ്ദിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്, അല്ലേ? ആദ്യമായി നാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ ശിവഗിരി മഠത്തിൽ വെച്ച് 1 നൂറ്റാണ്ട് മുൻപ് 1924 കണ്ടുമുട്ടിയപ്പോൾ ഗുരു ഗാന്ധിജിയോട് ചോദിച്ച്, താങ്കൾക്ക് സംസ്കൃതം അറിയുമോ? അറിയില്ല. തിരിച്ച് ഗാന്ധിജിയും ചോദിക്കുന്നു, താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയുമോ? അറിയില്ല. അങ്ങനെ ഒരു ദ്വിഭാഷിയുടെ, എൻ കുമാരൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അത് കുമാരനാശാനല്ല, അപ്പോഴേക്ക് ആശാൻ മരിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ കുമാരൻ എന്ന ഒരു ദ്വിഭാഷിയുടെ സഹായത്താലാണ് പിന്നീട് ജാതിയെപ്പറ്റിയും മതത്തെപ്പറ്റിയുമുള്ള വളരെ ഉന്നതമായ ആശയ സംവാദം നടക്കുന്നത് ഗാന്ധിജിക്കും നാരായണ ഗുരുവിനും ഇടയിൽ. ഇപ്പോഴും നമ്മൾ സാഹിത്യത്തിലെ ഗാന്ധിയിലേക്ക് വന്നിട്ടില്ല. ഇന്നേ ദിവസം ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് വളരെ യാദൃച്ഛികതകളുടെ ഒരു ദിവസമായിരുന്നു. ആ യാദൃച്ഛികതകളിലൊന്ന് എന്ന് പറയുന്നത്, ഈയിടെ ഗാന്ധിജി അന്തരിച്ചപ്പോൾ പേളസ്ബക്ക് എഴുതിയ ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ് എന്ന ഒരു ലേഖനം, കൊല്ലണോ ഗാന്ധിയുടെ ഘാതകനെ എന്ന പേരിൽ ഞാൻ പരിഭാഷപ്പെടുത്തുകയുണ്ടായി, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം വളരെ യാദൃച്ഛികമായി ഇന്ന് രാവിലെ കാരൂരിൻ്റെ എന്നെ ഭ്രാന്തനാക്കണം എന്നൊരു കഥ വായിക്കാനിടയായി. ഈ കഥ ആരംഭിക്കുന്നത് തന്നെ 1948 തന്നെ മലയാളത്തിൽ ഗാന്ധി സ്മൃതികളുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു, പൊലിഞ്ഞുപോയ ദീപം എന്ന പേരിൽ. അതിലെ അവസാനത്തെ ലേഖനം പേളസ്ബക്കിൻ്റെ
ഈ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെട്ട ഈ ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയായിരുന്നു. ഇത് വായിക്കുന്ന ഒരു ഡോക്ടറാണ് ഈ കഥയിലെ കഥാപാത്രം. എന്നിട്ട് ഈ ഡോക്ടർ ചികിത്സയുടെ ഇടവേളയിൽ ഒന്ന് മയങ്ങിപ്പോകുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പല രോഗികളുടെ കൂട്ടത്തിൽ അസാധാരണനായ, വളരെ അസ്വസ്ഥനായ ഒരാൾ കടന്നു വരുന്നു. സ്വപ്നത്തിലാണ്. ഇയാളുടെ ആവശ്യം ഇതാണ്: എന്നെ ഭ്രാന്തനാക്കണം, എന്നെ സുബോധത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ വയ്യ, എനിക്ക് പരലോകത്തും എനിക്ക് ശാന്തി ഉണ്ടാവില്ല. അയാളുടെ ഒരേ ഒരു ആവശ്യം എന്നെ ഭ്രാന്തനാക്കണം എന്നതാണ്. അങ്ങനെ ഈ സംസാരത്തിനൊടുവിൽ ഡോക്ടർക്ക് മനസ്സിലാകുന്നു ഇയാളാണ് ഗാന്ധിജിയുടെ ഘാതകനായിരുന്ന അയാൾ. അങ്ങനെ ഈ ഡോക്ടറുടെ അരികിൽ തെരുവിലേക്ക് അശാന്തനായി, അസ്വസ്ഥനായി, ഉന്മാദിയായി ഇയാൾ ഇറങ്ങി ഓടുന്നിടത്ത് സ്വപ്നം അവസാനിക്കുന്നു. അടുത്ത രോഗി, ഒരു വൃദ്ധ, വന്നിട്ട് എന്താ ഡോക്ടർ എന്ന് ചോദിക്കുന്നു. ഞാൻ സ്വപ്നം കണ്ടിരുന്നു, ഒരു സ്വപ്നം കാണുകയായിരുന്നു എന്ന് പറയാനുള്ള സങ്കോചത്തോടു കൂടി ഡോക്ടർ അവരെ സ്വീകരിക്കുന്നിടത്താണ് എന്നെ ഭ്രാന്തനാക്കണമെന്ന കാരൂർ കഥ അവസാനിക്കുക. അപ്പോൾ പേളസ്ബക്ക് 1948 തന്നെ മലയാളത്തിലെത്തിയിരുന്നു. അത് കാരൂരിനെ പ്രചോദിപ്പിച്ചിരുന്നു. കാരൂരിൻ്റെ ഒരു ഗാന്ധിയൻ കഥ എന്ന് പറയാവുന്ന ഒന്നിനത് പ്രചോദനമായി മാറുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഗാന്ധി നേരിട്ട് കടന്നു വരാത്തപ്പോഴും ഗാന്ധി ഒരു പരോക്ഷ പ്രചോദനമായി മലയാള സാഹിത്യത്തിൽ എമ്പാടുമുണ്ട് എന്ന് നമുക്കറിയാം. ഗാന്ധിയെ തൊട്ട നിമിഷത്തെപ്പറ്റി എഴുതിയ ബഷീർ ഗാന്ധിയെപ്പറ്റി എഴുതാത്തപ്പോഴും പലപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത് ഗാന്ധിയെ പറ്റിയാണ്. പാത്തുമ്മയുടെ ആടിലെ ബഷീറിന് ഗാന്ധിയുടെ നല്ല ഛായ ഉണ്ടെന്ന് കാരശ്ശേരി മാഷിനറിയാം. ഞാനിവിടെ നിന്ന് വരുമ്പോൾ മാഷ് ഗാന്ധിയെപ്പറ്റി ബഷീറിനെ മുൻനിർത്തി സംസാരിക്കുകയായിരുന്നു, അല്ലേ? ഒരു കുടുംബത്തിൻ്റെ എല്ലാ അലങ്കോലങ്ങൾക്കും ഇടയിൽ ശാന്തനായി, സൗമ്യനായി, പൂർണ്ണ അഹിംസാവാദിയായി വർത്തിക്കുന്ന ആ ബഷീറിൽ ഒരു ഗാന്ധിയൻ, ഒരു ഗൃഹസ്ഥനായ ഗാന്ധിയുടെ ഛായയുണ്ട്. അതുപോലെ കാരൂരിൻ്റെ തന്നെ ഉതുപ്പാൻ്റെ കിണറിൽ ഉതുപ്പാൻ ഒരുപക്ഷെ ഗാന്ധി തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കിണർ കുഴിക്കുകയും ആ കിണറിൽ ചാടി ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചെയ്ത ഉതുപ്പാൻ ഒരുപക്ഷെ ക്രിസ്തു സദൃശൻ എന്നതുപോലെ ഗാന്ധി സദൃശനുമാകുന്നു. മലയാള കവിതയിലെ ഏറ്റവും പ്രസിദ്ധമായ ഗാന്ധി കീർത്തനത്തെ ഇവിടെ മാഷ് പരാമർശിച്ചു, രവീന്ദ്രൻ സാറ് പരാമർശിച്ചു. ആ കവിതയുടെ ഒരു സവിശേഷതയായി എനിക്ക് തോന്നുന്നത്, പലരിൽ നിന്നായി എടുത്ത എല്ലാ വിശിഷ്ട ഗുണങ്ങളെയും ചേർത്ത് എങ്ങനെ ഒരു ഗാന്ധിയെ നിർമ്മിക്കാം, ഒരു ഗാന്ധിയുടെ മേക്കിംഗ് ഓഫ് ഗാന്ധി എന്നതുപോലെ ക്രിസ്തുവിൻ്റെ, ബുദ്ധൻ്റെ, രന്തിദേവൻ്റെ, പ്രവാചകൻ്റെ, ഇങ്ങനെ ലോകത്തിലെ എല്ലാ വിശിഷ്ട വ്യക്തികളുടെയും മഹാപുരുഷന്മാരുടെയും വ്യക്തിത്വ വൈശിഷ്ട്യങ്ങളിൽ ചിലതെടുത്ത് അവയുടെ എല്ലാം സമഗ്ര രൂപമായി, സാകല്യമായി എങ്ങനെ ഒരു ഗാന്ധിയെ സൃഷ്ടിക്കാം എന്ന തരത്തിലാണ് ആ കവിത എഴുതപ്പെടുക. അതിലെ ഏറ്റവും മനോഹരമായ വരികൾ ഒരുപക്ഷെ ഇതായിരിക്കും: താരകാ മണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാറണി ചെളി നീള പുരണ്ടാൽ അതും കൊള്ളാം, ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ് ഔവണ്ണമൻ ഗുരുനാഥൻ എന്നതായിരിക്കും. അതിലാണ് കവിതയുള്ളത്. ബാക്കിയെല്ലാം ഈ നിർമ്മാണ പ്രക്രിയയാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നും എടുത്ത ഗുണസഞ്ചയം കൊണ്ട് ഗാന്ധി ചിത്രം മുഴുകിക്കാനുള്ള ഗാന്ധി ഭക്തനായ കവിയുടെ ശ്രമമാണ്. ഈ ഒരു കവിതയിൽ മാത്രമല്ല, ഒടുവിൽ വരെ സാഹിത്യമഞ്ജരിയുടെ അവസാന ഭാഗം വരെ ഗാന്ധിജിയെ പറ്റി എഴുതുന്നുണ്ട് വള്ളത്തോൾ. അതിൽ ഒരു ഓണക്കവിതയുണ്ട്, അത് വളരെ രസകരമാണ്. തുമ്പകളിങ്ങനെ, തുമ്പപ്പൂക്കൾ ചർക്കയിൽ പരുത്തി നൂൽക്കുന്നതിനെ പറ്റി പറയുന്ന ഒരു കവിതയുണ്ട്. അക്കാലത്ത് തുമ്പപ്പൂവിന് കാൽപ്പനിക സൗന്ദര്യമായിരുന്നില്ല, മറിച്ച് ചർക്കയിൽ നൂൽക്കപ്പെടുന്ന പരുത്തിനൂലിൻ്റെ സൗന്ദര്യമായിരുന്നു. സൗന്ദര്യത്തിൻ്റെ പരമാവധി എന്ന് പറയുന്നത് ചർക്കയിൽ നൂൽക്കപ്പെടുന്ന പരുത്തിയുടെ സൗന്ദര്യമായിരുന്ന ഒരു കാലത്തിൻ്റെ കവിയായിരുന്നു വള്ളത്തോൾ. എങ്കിൽ ഗാന്ധിജിയെപ്പറ്റി ഒരു വരി പോലും എഴുതാതെ നിഷ്ക്രമിച്ച ഒരു കവിയും നമുക്കുണ്ട്. കാരണം ഗാന്ധി ഇന്ത്യയിലേക്ക് വന്ന് 9-ാം വർഷം മരണമടഞ്ഞ ആശാനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ കാലത്തൊന്നും കവിതയിൽ ഒരക്ഷരം പോലും എഴുതിയിട്ടില്ല ഗാന്ധിയെ പറ്റി ആശാൻ. ചില ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, വിവേകോദയത്തിൽ പത്രാധിപ കുറിപ്പുകളായി എഴുതിയിട്ടുണ്ട്. അന്ന് ഗാന്ധി എന്നല്ല ആശാൻ എഴുതുക, ഗാന്ധി എന്നാണ്. കാന്തി എന്ന പോലെ ഗാന്ധി എന്നാണ് ആശാൻ എഴുതുക. മിസ്റ്റർ ഗാന്ധിയുടെ ആശ്രമത്തെപ്പറ്റി എന്നൊക്കെയാണ് ഈ ലേഖനങ്ങളിൽ ചിലതിൻ്റെ തലക്കെട്ടായിരുന്നത്. അതുപോലെ മറ്റൊരു കവി ഉണ്ടായിരുന്നു, ചങ്ങമ്പുഴ. വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എഴുതിയതിനോടൊപ്പം ചങ്ങമ്പുഴ ഒരു കവിത എഴുതി, അതേ പേരിൽ തന്നെ എൻ്റെ ഗുരുനാഥൻ. അത് പക്ഷെ ഒരു കർഷകനെ പറ്റിയായിരുന്നു, ഒരു ഗ്രാമീണ കർഷകനെ പറ്റിയായിരുന്നു. അതിൽ വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചങ്ങമ്പുഴയുടെ ഒരു യോജിപ്പോ വിയോജിപ്പോ ഗാന്ധിയോടുള്ള
യോജിപ്പോ വിയോജിപ്പോ സൂചിപ്പിക്കുന്ന ഒരു കവിതയായിരുന്നു അത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഗാന്ധിയെപ്പറ്റി ഒരൊറ്റ കവിത മാത്രം എഴുതിയ ആളാണ് വൈലോപ്പിള്ളി, ഹരിജനങ്ങളുടെ പാട്ട്. ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ ഹരിജനങ്ങൾ ഗാന്ധിയോട് നടത്തുന്ന ആത്മനിവേദനം പോലെ എഴുതപ്പെട്ട ഒരു കവിത. ഇടശ്ശേരിയുടെ ബുദ്ധനും ഞാനും നരിയും നമുക്കറിയാം. ചില സവിശേഷ ഘട്ടങ്ങളിൽ അഹിംസ നമുക്ക് കൈവെടിയേണ്ടതായി വരും. നരി നമ്മുടെ അരിക്കിഴി തട്ടിപ്പറിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ അരിക്കിഴിയുമായി വീട്ടിലേക്ക് പോകുന്ന ആളെ ആക്രമിക്കുമ്പോൾ ബുദ്ധപ്രതിമ മറിച്ചിട്ട് നരിയെ വകവരുത്തിയിട്ടാണെങ്കിൽ ഈ അരിക്കിഴി വീട്ടിലെത്തിക്കണം എന്ന് പറയുന്ന നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ എന്ന വളരെ നിശിതമായ ചോദ്യം ഉന്നയിക്കുന്ന ഇടശ്ശേരി തന്നെ ഋഷിയുടെ ധേനു പോലുള്ള കവിതകളും, അല്ലേ, സ്നേഹമെന്ന താമര നൂലുകൊണ്ട് സ്വയം കൂച്ച് വിലങ്ങിടുന്ന ആനകളെ പറ്റി പറയുന്ന അഹിംസയുടെ വളരെ മനോഹരമായൊരു നിർവചനമാണ്. അഗാധ സ്നേഹത്തിൻ മൃണാളത്തണ്ടിനാൽ സ്വയം കൂച്ചേൽക്കും ഇഭങ്ങളില്ലയോ. ഗാന്ധിയന്മാരെ പറ്റിയാണ് പറയുക. അഹിംസയുടെ സ്നേഹത്തിൻ്റെ താമര നൂലുകൊണ്ട് സ്വയം കൂച്ചേൽക്കുക, അല്ലേ, അത് വല്ലാത്തൊരു പ്രയോഗമാണ്, സ്വയം കൂച്ചേൽക്കുന്ന ആനകളെ പറ്റി. അങ്ങനെ ആ കാലത്ത് ബാലാമണിയമ്മ എഴുതിയ എല്ലാ കവിതകളിലും ഒരുപക്ഷെ ബാലാമണിയമ്മയുടെ രൂപത്തിലും വേഷത്തിലും കാവ്യഭാഷയിലുമെല്ലാം ഒരുതരം ഗാന്ധിയൻ ചൈതന്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അക്കിത്തത്തിൽ അതുണ്ടായിരുന്നു. ധർമ്മസൂര്യൻ എന്ന പേരിൽ ഒരു കവിത തന്നെ, ഒരു ദീർഘ കവിത തന്നെ എഴുതിയ അക്കിത്തം ഗാന്ധിജിയെ പറ്റി. അതിനുശേഷമാണ്, അല്ലെങ്കിൽ അതോടൊപ്പമാണ് NV കൃഷ്ണവാര്യരുടെ കവിതകൾ എഴുതപ്പെടുന്നത്. ഗാന്ധിയും നാഥുറായും ഗോഡ്സെയും പോലുള്ള ആ കവിതാ പരമ്പരയ്ക്ക് മുമ്പ് തന്നെ ഗാന്ധിജിയെപ്പറ്റി വളരെ ഭവ്യമായി ആരാധനാപൂർവം എഴുതുന്നുണ്ട് NV. അക്കൂട്ടത്തിൽ ഒരു കവിത ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ എല്ലാ ദിവസവും പാടിയിരുന്നു. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 40ാം വർഷമായിരുന്നിരിക്കണം, 1987. സ്വാതന്ത്ര്യത്തിൻ സവിതാവേ ജയ നിന്റെ വരേണ്യപ്രഭയിൽ ഞങ്ങൾ കന്തശ്ചോദനയരുളാകൂ എന്നാരംഭിക്കുന്ന വളരെ ഗാനാത്മകമായൊരു കവിത. ഈ കവിതകളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഗാന്ധിയും ഗോഡ്സെയും എന്ന NVയുടെ ആ കവിതാ പരമ്പരയെ വേണമെങ്കിൽ അതിലെ ആദ്യ കവിതയുടെ ആദ്യ വരി കൊണ്ട് സംഗ്രഹിക്കാം. അരി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ പട്ടുകൂറ്റൻ കാറിൽ ഏറിപ്പോകുന്നു ഗോഡ്സെ. ആ വിശേഷണങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്യൂവിൽ അരി വാങ്ങാൻ തിക്കി നിൽക്കുന്ന ഗാന്ധി, കൂറ്റൻ കാറിലേറിപ്പോകുന്ന ഗാന്ധി. ഈ വൈരുദ്ധ്യത്തെയാണ്, അതെ, കാറിലേറി പോകുന്ന കൂറ്റൻ കാറിൽ, ആ വിശേഷം ശ്രദ്ധിക്കുക, അരി വാങ്ങാൻ റേഷൻ വാങ്ങാൻ തിക്കി നിൽക്കുന്ന ഗാന്ധിയും. മറ്റൊരു കവിതയുണ്ട്, വളരെ ഒരുപക്ഷെ കൂടുതൽ ഗാന്ധിയനായ ഗാന്ധി കവിത എന്ന് പറയാം NVയുടെ, ഗാന്ധിയും കുഷ്ഠരോഗിയും എന്ന പേരിൽ. നിത്യേന ഗാന്ധി തൻ്റെ ആശ്രമത്തിനടുത്തുള്ള ഒരു വീട്ടിൽ, പുരയിലോ കുടിലിലോ താമസിച്ചിരുന്ന കുഷ്ഠരോഗിയെ സന്ദർശിക്കുകയല്ല, പരിചരിച്ചിരുന്നു. ഈ സംഭവത്തെ മുൻനിർത്തിയാണ് NV കൃഷ്ണവാര്യരുടെ ഗാന്ധിയും കുഷ്ഠരോഗി. ഒരുപക്ഷെ ഒരു ഗാന്ധി ചൈതന്യം അടിമുടി പ്രസരിച്ച് എന്താ ഈ ഭാഷയിലെ, കവിതയിലെ, കാവ്യഭാഷയിൽ ഗാന്ധി പ്രവേശിച്ചാൽ പിന്നെ കാര്യങ്ങളെല്ലാം വളരെ ഋജുവായിരിക്കും, ലളിതമായിരിക്കും, വളരെ മിനിമലിസ്റ്റിക് ആയിരിക്കും, അല്ലേ. ഗാന്ധിയെ വരച്ച ചിത്രകാരന്മാരെല്ലാം ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം. ആർട്ടിസ്റ്റ് രംഗ ഒറ്റ വര കൊണ്ടാണ് ഒരു ഗാന്ധി ചിത്രം മുഴുമിക്കുക. ആദിമൂലം, കളറുകൾ, ചായങ്ങൾ, പെയിൻറ്റുകളെല്ലാം ഉപേക്ഷിച്ച് കറുത്ത മഷിയിലാണ് ഗാന്ധി ചിത്രങ്ങൾ, അതും 200ഓ മറ്റോ ഗാന്ധി ചിത്രങ്ങൾ തൻ്റെ ജീവിതകാലത്ത് വരച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ PP രാമചന്ദ്രൻ ആയിരിക്കാം മലയാളത്തിലെ ഏറ്റവും ചെറിയൊരു ഗാന്ധി കവിത എഴുതിയിട്ടുള്ളത്. രാമചന്ദ്രൻ വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം കവിത ഇങ്ങനെയാണ്: ചെറിയൊരു വട്ടം തലയായി വലിയൊരു വെട്ടം തരമായി എന്നാണ് ആ കവിത. ചെറിയൊരു വട്ടം തലയായി വലിയൊരു വെട്ടം തരമായി. എന്നിട്ട് ഒരു സൂര്യ സാദൃശ്യമുള്ള ഒരു ഗാന്ധി തലയും വരയ്ക്കുന്നുണ്ട്, 2 മലകൾക്ക് മുകളിലായി രാമചന്ദ്രൻ. അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ, പുതിയ കവികളിലേക്ക് വന്നാൽ, വെടിത്തുള എന്ന പേരിൽ രാമചന്ദ്രൻ്റെ കവിതയുണ്ട്. ആ ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് പുറപ്പെട്ട ആ വെടിയുണ്ട ഇപ്പോഴും പലതിലും തുള വീഴ്ത്തിക്കൊണ്ട് ഭാവിയിലേക്ക് വർത്തമാനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന കവിതയുണ്ട്. അൻവറിൻ്റെ കവിതകൾ നമ്മളിന്ന് കേട്ട് കഴിഞ്ഞു. ഏകാന്തതയുടെ 50 വർഷം എന്ന ആ ദീർഘ കഥാകാവ്യത്തിലും ഗാന്ധി നേരിട്ട് പരാമർശിക്കപ്പെടുന്ന, വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വരിയുണ്ട്: ഗാന്ധിജി ഒറ്റയ്ക്കാവുകയല്ലോ ചേച്ചി, അല്ലേ. ഒരു ചെറുപ്പക്കാരൻ, കൗമാരപ്രായക്കാരൻ തൻ്റെ ചേച്ചിയോട് പറയാണ് ഗാന്ധിജി ഒറ്റയ്ക്കാവുകയാണ് എന്ന്, സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലും കേരളത്തിലും ഇരുന്നു കൊണ്ട്. ഇത്തരത്തിൽ ഇന്നലെ ഇവിടെ സംസാരിച്ച ഗോപികൃഷ്ണൻ്റെ, എൻ്റെ സമയം അതിക്രമിക്കുന്നുവെങ്കിൽ പറയും, മാഷ് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു, വളരെ മനോഹരമായൊരു ഗാന്ധി കവിതയുണ്ട്. അങ്ങനെ ഞാൻ ശേഖരിച്ച ഗാന്ധി കവിതകളുടെ ഒരു ഫയലാണിത്. അതൊന്നും ഇവിടെ വായിക്കാനോ വിസ്തരിക്കാനോ ഉള്ള
സന്ദർഭമല്ല ഇത്. പക്ഷെ ഒരു പുസ്തകത്തിനുള്ള വകയുണ്ട്. 1948 ജനുവരി 30 എന്നാണ് ആ കവിതയുടെ പേര്. ഗാന്ധി കൊല്ലപ്പെട്ട ദിവസത്തെ നെഹ്റുവിനെ പറ്റിയാണ്, മറ്റ് ആളുകളെ പറ്റിയുമാണ്. ആ ദിവസത്തിൻ്റെ വളരെ കഥനാത്മകമായ ഒരു വിവരണത്തിലാണ് ഈ കവിത ആരംഭിക്കുക. അപ്പോൾ അവസാനം ജനങ്ങളോട് ഗാന്ധിയെപ്പറ്റി സംസാരിക്കേണ്ട നിമിഷം വന്നു ചേർന്നു. അപ്പോൾ വാക്ക് കിട്ടാതിരുന്ന നെഹ്റുവിന് വേണ്ടി മൈക്ക് സ്വയം സംസാരിച്ചു തുടങ്ങി. ആ വെളിച്ചം അണഞ്ഞുപോയി എന്നാണ് ആ കവിത അവസാനിക്കുക. നിശ്ചയമായി നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ഗാന്ധി കവിതയാണ്. ഒരു സമകാലിക മലയാള കവിതയിലെ പ്രധാനപ്പെട്ട ഒരു ഗാന്ധി കവിതയാണ് ഗോപികൃഷ്ണൻ്റെ ആ കവിത എന്ന് ഞാൻ വിചാരിക്കുന്നത്. ശീർഷകം തന്നെ ശ്രദ്ധിക്കുക, വളരെ വസ്തുതാപരമാണ്. 1948 ജനുവരി 30 അന്ന് സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ഡോക്യുമെൻ്ററിയാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷനാണ്, കവിതയുമാണ്, മനോഹരമായ കവിതയുമാണ് അല്ലേ. മറ്റുള്ളവർക്ക് ഭക്ഷണമായി തീർന്നതിന് ശേഷം അവശേഷിച്ച ഭക്ഷണശിഷ്ടം പോലെ ഗാന്ധിജി കിടക്കുന്നു എന്നൊക്കെയാണ് ഗോപികൃഷ്ണൻ എഴുതുക ആ കവിതയിൽ. ഇത്തരത്തിൽ ഒരു കന്നഡ കവിത ഈ അടുത്ത് വായിക്കുകയുണ്ടായി, TP കൈലാസം എന്ന ആ കവിയുടേതായി. റെസിപ്പി എന്നാണ് ആ കവിതയുടെ പേര്. പാചകവിധി എന്ന് മലയാളത്തിൽ പറയും. എങ്ങനെ ഒരു ഗാന്ധിയെ പാചകം ചെയ്തെടുക്കാമെന്നാണ് പറയുക. അല്പം എല്ലും ഇറച്ചിയും ചേർക്കുക, അതിലേക്ക് അല്പവസ്ത്രങ്ങൾ ചേർക്കുക, ഒരു മുളങ്കമ്പിൽ താങ്ങി നിർത്തുക. അങ്ങനെ ഗാന്ധിജിയുടെ പാചകം പൂർത്തിയാവുന്നതിനെ പറ്റിയാണ്. വളരെ ലളിതമായ ഒരു പാചകവിധിയുടെ ഒരു സ്വാദിൻ്റെ, ഒരു ഭക്ഷണത്തിൻ്റെ പേരാണ് ഗാന്ധി എന്ന് പറയുന്നു, TP കൈലാസം. അക്കൂട്ടത്തിൽ ഇന്ന് ഈ ആവശ്യത്തിന് വേണ്ടി, ഈ സെഷന് വേണ്ടി മലയാളിയായൊരു വിവർത്തകൻ ചന്ദ്രശേഖര കമ്പാറിൻ്റെ ഒരു കവിത വിവർത്തനം ചെയ്ത് എനിക്ക് അയച്ചു തന്നു അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ. അപ്പോൾ അതിൽ പറയുന്നത്, ഞാൻ ഗാന്ധിയെ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പലപ്പോഴും ഗാന്ധിജിയോട് സംസാരിക്കുകയും തമാശ പറയുകയും അശ്ലീലമല്ലാത്ത ചില തമാശകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു ചോദ്യം ഇതാണ്, ഞാൻ സ്വപ്നത്തിൽ ഗാന്ധിജിയോട് ഒരിക്കൽ ചോദിച്ചു, അങ്ങ് എപ്പോഴെങ്കിലും കസ്തൂർബയെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഗാന്ധി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു എന്നാണ് ആ കവിത ആരംഭിക്കുക. അല്പം നീണ്ട കവിതയാണ്. ഇത്തരത്തിൽ TP രാജീവൻ്റെ ഒരു കവിതയുണ്ട്, കടൽപ്പാലം എന്ന പേരിൽ. അതിൽ ഇതേ സന്ദർഭം ആവർത്തിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം, അല്ലെങ്കിൽ കസ്തൂർബയുടെ മരണശേഷം, സ്വാതന്ത്ര്യാനന്തരം ഒരിക്കൽ ഗാന്ധിജി കസ്തൂർബയെ സ്വപ്നം കണ്ടു. ഇപ്പോഴെങ്കിലും നമുക്ക് സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആ കവിത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആപൽക്കരമായ വേഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് തൂണുകളില്ലാത്ത ഒരു കടൽപ്പാലത്തിലൂടെ ഒരു തീവണ്ടിയിൽ കസ്തൂർബയും ഗാന്ധിയും ഒരു കടൽപ്പരപ്പിലേക്ക് അതിവേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് അവസാനിക്കുക. ഇങ്ങനെ സർവത്ര ഗാന്ധി പ്രസരമുള്ള ഒരു ഭാഷയാണ്, കവിതയാണ് നമ്മുടേത്. കവിത മാത്രമല്ല, ഞാൻ കാരൂരിൻ്റെ കഥ സൂചിപ്പിച്ചു. ഇവിടെ നാളെ നമ്മോട് സംസാരിക്കാനിരിക്കുന്ന PM ഗിരീഷിൻ്റെ ഒരു നാനോ നോവൽ, ഏറ്റവും അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട നാനോ നോവൽ ഗാന്ധിജിയുടെ പ്രണയത്തെ പറ്റിയാണ്. സ്വരള എന്ന പേരിൽ ഗാന്ധിജിയുടെ ആത്മീയ ഭാര്യയായിരുന്ന സ്വരള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വരള എന്ന ബംഗാളി യുവതിയെ പറ്റിയാണ് ആ നോവൽ. നാനോ നോവൽ എന്ന വിശേഷണത്തോടുകൂടി പുറത്തിറങ്ങിയിരിക്കുന്ന ആ പുസ്തകം, നോവൽ. മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിനോദ് കൃഷ്ണയുടെ നായണമ്മം ബെറേറ്റ എന്ന ഗാന്ധി വധം പ്രമേയമാകുന്ന നോവൽ പുറത്തിറങ്ങിയിട്ട് 1-2 വർഷമേ ആയിട്ടുള്ളൂ. ഏറ്റവും അധികം വായിക്കപ്പെട്ട ഏറ്റവും പുതിയ മലയാള നോവലുകളിലൊന്ന്. മറ്റൊന്ന് സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം എന്ന ദണ്ഡിയാത്രയെ വളരെ വിശദമായി ആ വാക്കിൻ്റെ വാച്യാർത്ഥത്തിൽ പുനഃസൃഷ്ടിക്കുന്ന വലിയ ആത്മീയ ശോഭയും വലിയ രചനാ ഭംഗിയുമുള്ള നോവലറ്റ്, ജ്ഞാനസ്നാനം എന്ന നോവലറ്റ്. ഇങ്ങനെ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ മുന്നറിയിപ്പ് വരുന്നുണ്ട്, സമയസംബന്ധിയായ മുന്നറിയിപ്പ്. അപ്പോൾ തുടരാമെന്നുള്ള അസാധാരണമായിട്ടുള്ള അറിയിപ്പാണ്. അപ്പോൾ അല്പം കൂടി തുടരാം. സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം എന്ന ഒരു ചരിത്ര മുഹൂർത്തത്തെ, ദണ്ഡിയാത്രയെ അങ്ങനെ തന്നെ പുനഃസൃഷ്ടിക്കുന്ന, അതിനെ വളരെ സൂക്ഷ്മമായി നാടകീയമായി ശക്തമായി അമോദി എന്ന ഒരു വാക്കിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിക്കുന്ന ആ നീണ്ട കഥ. ഇങ്ങനെ മലയാള സാഹിത്യത്തിൽ ഗാന്ധി ഇപ്പോഴും എപ്പോഴും വളരെ സജീവമാണ്. ഒരുപക്ഷെ സമീപ വർഷങ്ങളിൽ വളരെയധികം സജീവമാണ്. അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതായി ഇല്ല. അപ്പോൾ എല്ലാ കവിതകളും ഗാന്ധി സ്തുതികളാകണമെന്നില്ല. ഒരുപക്ഷെ വിരുദ്ധോക്തിയുടെ ഭാഷയിൽ ഗാന്ധിജിയെ അവതരിപ്പിക്കുന്ന കവിതകളുമുണ്ട്. തമിഴിലെ മീന കന്ദസ്വാമിയുടെ മഹാത്മാഗാന്ധി എന്ന കവിത
സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി എന്ന കവിത പോലെയാണ് അവസാനിക്കുക. വരികൾ അതായത് ബാപ്പു ബാപ്പു ഡാഡി ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് ഡാഡിയെ, അച്ഛൻ്റെ പിതൃത്വത്തെ നിഷേധിക്കുന്നത് പോലെ ബാപ്പുവിൻ്റെ പിതൃത്വം ഒരു ദളിത് കവിയായ എനിക്ക് അത്രമാത്രമൊന്നും ആവശ്യമില്ല, അത്രമാത്രമൊന്നും അഭികാമ്യമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കവിത അവസാനിക്കുക. ഇങ്ങനെ പല തരത്തിൽ ബഹുമുഖമായി ഗാന്ധി ചൈതന്യം, ഗാന്ധി ജീവിതം, ഗാന്ധിയൻ ആദർശങ്ങൾ മലയാള കവിതയിലേക്കും ഒരുപക്ഷെ ഇന്ത്യൻ കവിതയിലേക്കും തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. എന്താണ് കാവ്യ ഭാഷയിൽ ഗാന്ധിയൻ ചൈതന്യം എങ്ങനെയാണ് സന്നിവേശിപ്പിക്കുക എന്നാണെങ്കിൽ ലാളിത്യത്തിലൂടെയാണ്. ഇവിടെ രവീന്ദ്രൻ സാർ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ സംസ്കൃതം പറയുന്ന ശീലം ഉപേക്ഷിക്കണമെന്നാണ് സച്ചിമാഷിൻ്റെ ഗാന്ധിയും കവിതയും എന്ന കവിതയിലെ ഗാന്ധി കവിതയെ ഉപദേശിക്കുക. ഇത്രയൊന്നും സംസ്കൃതം വേണ്ട, ലളിതമായി സംസാരിക്കൂ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കൂ എന്നാണ് ഗാന്ധി, കവിതയിലെ ഗാന്ധി കവിതയോട് പറയുക. ഇങ്ങനെ കാവ്യഭാഷയുടെ ലാളിത്യത്തിലൂടെ, ആർജവത്തിലൂടെ, മിനിമലിസത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ഒരു സൗന്ദര്യ ബോധത്തിൻ്റെ പേരുകൂടിയാണ് ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം തൽക്കാലത്തേക്ക് എന്ന് വിചാരിക്കുന്നു. തികച്ചും വിഷയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സജയുടെ ഈ സംസാരം നടന്നത്. അപ്പോൾ നമ്മൾ ഗാന്ധിയെക്കുറിച്ചുള്ള പൊതുവെ ഇന്ത്യക്കാർക്ക് മൊത്തത്തിലും മലയാളികൾക്ക് സവിശേഷമായുള്ളൊരു പ്രത്യേകത, ഒന്നുകിൽ നിങ്ങളൊരു ഗാന്ധി ഭക്തൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഗാന്ധി വിരുദ്ധൻ എന്ന ഒരു നിലയാണ്. അപ്പോൾ ഇത് പുതിയ കാലത്ത് പലപ്പോഴും തോന്നാറ് നമ്മൾ ഗാന്ധിയെ എൻഗേജ് ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇപ്പോൾ അരുന്ധതിയെ പോലെയുള്ള ആളുകളൊക്കെ ഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ചില പ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ ചില വിരുദ്ധാഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഭാഷകളിലും ഈ തരത്തിൽ അംബേദ്കറൈറ്റ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഗാന്ധിയെക്കുറിച്ചൊക്കെയുള്ള ചില അവരുടെ വിമർശനങ്ങളും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഗാന്ധിയെ നമ്മൾ ക്രിട്ടിക്കലി എൻഗേജ് ചെയ്യുക എന്നത് തന്നെയാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് കരുതുകയാണ്. ഗുജറാത്തി ഭാഷയിലെ സാഹിത്യത്തിൽ ഗാന്ധി ഏത് അളവിൽ അല്ലെങ്കിൽ ഏത് തരത്തിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടു എന്നത് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് രാമകൃഷ്ണൻ മാഷ് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഗുജറാത്തിയെ സെൻട്രിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഗാന്ധിജി നിരന്തരമായിട്ട് താൻ സ്വീകാര്യൻ അല്ലാത്ത സ്ഥലങ്ങളിൽ പോലും അദ്ദേഹം അത്തരം ആൾക്കാരും കൂടി സംസാരിച്ചു എന്നുള്ളത്. ഗാന്ധി കൃതികളുടെ 70% ഭാഗങ്ങൾ കത്തുകളാണ്. ഒരു കുട്ടി കത്തെഴുതിയാൽ ഗാന്ധി മറുപടി എഴുതും. ദിസ് ഇസ് വെരി വെരി സിഗ്നിഫിക്കൻറ്റ്. He engaged with multiple conflicting viewpoints. ഇപ്പോൾ 4 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന് ഗുരുവായിട്ടുള്ള, നാരായണ ഗുരുവായിട്ടുള്ള, ഇപ്പോൾ ഇവിടെ രവി അതിനെപ്പറ്റി സൂചിപ്പിച്ചു. അംബേദ്കറുമായിട്ട് വലിയ വ്യത്യാസങ്ങൾ, ആശയപരമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഗാന്ധിക്കുണ്ടായിരുന്നു. DR നാഗരാജ് അതിനെപ്പറ്റി ദീർഘമായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു എൻഗേജ്മെൻറ്റിലൂടെ ഒരു ഗാന്ധി ഒരു പക്ഷേ എന്തുകൊണ്ട് അംബേദ്കർ തന്നെ എതിർക്കുന്നു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് അവർ മുഖാമുഖം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ, അതായത് കത്തുകളിലൂടെയും ലേഖനങ്ങളിലൂടെയൊക്കെ ഇത് തുടങ്ങിയതിന് ശേഷമാണ്. DR നാഗരാജ് പറയുന്നു അത് രണ്ടുപേരും വളരെയധികം മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് നയിച്ചു. ഗാന്ധിയുടെ ഒറിജിനൽ ആ ഒരു സമീപനമായിരുന്നില്ല പിന്നീട്. അതുപോലെ തന്നെ അംബേദ്കറും ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും സ്വീകരിച്ചു. ഗാന്ധിയും ടാഗോറും തമ്മിൽ വളരെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഗാന്ധി വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, അത് കത്തിക്കുക മുതലായ കാര്യങ്ങളിലേക്ക് പോയപ്പോൾ ക്വിറ്റ് ഇന്ത്യയുടെ ഒക്കെ ഭാഗത്ത് ഈ വളരെ അക്കാലത്താണ് ഈ ശാന്തിനികേതൻ, വിശ്വഭാരതിയൊക്കെ നിർമ്മിക്കാനുള്ള യാത്രകളിലൊക്കെ ആയിരുന്നു. തീർച്ചയായിട്ടും ടാഗോറിന് ഇത് സ്വീകാര്യമായിരുന്നില്ല. ടാഗോറിനെ കാണാൻ ഗാന്ധി കൽക്കട്ടയിൽ പോകുന്നു.
അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോകുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഒരു വലിയ ആൾക്കൂട്ടം അവിടെ, കാരണം അവരൊക്കെ ഗാന്ധിക്ക് അനുകൂലമാണ്. അവരൊക്കെ പല കടകളിലും പോയി വിദേശ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അവിടെ അത് തീ കൂട്ടി അത്. അപ്പോൾ ഗാന്ധിയായിട്ട് സംസാരിക്കുമ്പോൾ ഗാന്ധി പറഞ്ഞു ഇത് അഹിംസയുടെ ഒരു രീതിയാണ്. അപ്പോൾ ടാഗോർ പറഞ്ഞു, കം മിസ്റ്റർ ഗാന്ധി, ഐ വിൽ ഷോ യു വാട്ട് കൈൻഡ് ഓഫ് അഹിംസ യുവർ ഫോളോവേഴ്സ് ആർ പ്രാക്ടീസിങ്. പുറത്ത് വലിയ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അല്ലെങ്കിൽ വലിയ ഒരു പാലസ് മാതിരിയുള്ള ഒരു വീടാണ്. അതിന് മുന്നിൽ വലിയ ജനക്കൂട്ടം ഇതിൻ്റെ തീ കുണ്ടം തീർത്തിട്ട് അതിന് ചുറ്റും മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയും ഗാന്ധി ടാഗോറിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ നിരന്തരമായിട്ട് സ്വയം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി തൻ്റെ അഭിപ്രായങ്ങളെ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിനുള്ള ഒരു സത്യസന്ധത, ഇതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി ആണ് ഇന്ന് ഗാന്ധിയെ വ്യവഹാരത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി ആയിട്ട് മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗാന്ധിയെ ഒതുക്കാനോ പരിമിതപ്പെടുത്താനോ ഗാന്ധി വിമർശകന്മാർക്ക് പോലും ഗാന്ധി സ്വീകാര്യമാവുന്ന, ഗാന്ധിയുടെ ആശയങ്ങൾ സ്വീകാര്യമാവുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം കൂടി പറയാം. ഗുജറാത്തിലെ വലിയ കലാപങ്ങൾ നടന്നതിന് ശേഷം 2 മാസത്തോളം യൂണിവേഴ്സിറ്റി അടച്ചു പൂട്ടിയ ഒരു കാലമായിരുന്നു. സൂറത്തടക്കം എത്ര ആൾക്കാർ എവിടെയൊക്കെ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയില്ല. അതിനുശേഷം ക്ലാസ് മുറിയിൽ ഞാൻ പോയപ്പോൾ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഭാഷയും നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിനുള്ള ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് മുഴുവൻ മൗനത്തിൽ ഇവിടെ ഇരിക്കും. പോകേണ്ടവർക്ക് പോകാം, ബാക്കിയുള്ളവർ ഇവിടെ ഇരുന്നോളൂ, സംസാരിക്കേണ്ടവർക്ക് സംസാരിക്കാം. 10-15 മിനിറ്റ് ആരും അവർ അന്യോന്യം ചിലത് പറയുന്നുണ്ടായിരുന്നു. ഒരു പാർസി വിദ്യാർത്ഥി എഴുന്നേറ്റിട്ട് അവൾ കണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഏത് തരത്തിലാണ് പാർസികൾ ആംബുലൻസ് ഉപയോഗിച്ച് ന്യൂനപക്ഷത്തിലുള്ള ചിലരെ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, അങ്ങനെയുള്ള വളരെ ഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ പറഞ്ഞു. എവിടെയോ വെച്ച് ആരോ ഗാന്ധി എന്ന വാക്ക് ഉച്ചരിക്കുകയും പിന്നെ ആ ക്ലാസ് മുറിയിൽ മുഴുവൻ ഗാന്ധിയെ പറ്റിയിട്ടുള്ള ചർച്ച തുടങ്ങുകയും ചെയ്തു. എന്തുകൊണ്ട് നമ്മുടെ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ടല്ല ഗാന്ധി അവിടെ വരുന്നത്. അനുഭവത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ഭീകരത സ്വയം കണ്ട വിദ്യാർത്ഥികൾ എങ്ങനെ ഗാന്ധിയെ ഓർമ്മിച്ചു, എന്തുകൊണ്ട് ഗാന്ധിയെ ഓർമ്മിച്ചു എന്ന ചോദ്യം പിന്നീട് എന്നെ വളരെ വളരെ മതിച്ചിട്ടുണ്ട്. ഗാന്ധി ഈസ് എ മോറൽ ലിമിറ്റ്. ഒരു പക്ഷേ ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നമുക്ക് പോകാവുന്ന സത്യസന്ധതയുടെ, ധാർമ്മികതയുടെ, നൈതികതയുടെ എല്ലാ തരത്തിലുള്ള ഒരു റൈറ്റിയസ് കോണ്ടക്റ്റിൻ്റെ ഒരു അങ്ങേയറ്റത്തെ അതിർത്തിയാണ് ഗാന്ധി. ആ പേരാണ് ഒരു പക്ഷേ ഗാന്ധി വ്യവഹാരത്തിന് ചേരുക. അതിനപ്പുറം ഒരു പക്ഷേ ജീവിതമോ സമൂഹമോ സാധ്യമല്ല. അതിനപ്പുറം ഒരു പക്ഷേ വിഘടിതമായിട്ടുള്ള കുറേ യാതൊരു തരത്തിലും അർത്ഥം കണ്ടെത്താനാവാത്ത ചില ജീവിതങ്ങൾ മാത്രമേ അവശേഷിക്കൂ എന്നുള്ള ഒരു ബോധ്യം എവിടെയോ നമുക്ക്, അത് വൈകിയാണെങ്കിലും കുറേശ്ശെയൊക്കെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗാന്ധി സ്വയം തന്നെ ഒരു വലിയ ഡയലോഗാണ്, ഒരു നിരന്തരമായി നടക്കുന്ന ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ സിനിമ ഉപയോഗിക്കാം, രാം കിങ്കറിൻ്റെ മാതിരിയിൽ ശില്പം ഉപയോഗിക്കാം. ആ ശില്പം നിങ്ങൾ കണ്ടാൽ ഗാന്ധിയുടെ കാലിൻ്റെ ചുവട്ടിൽ നിങ്ങൾ തലയോടുകളാണ് കാണുക. നവഖാലിയിലെ ഗാന്ധിയാണത്. ഗാന്ധിയെ പറ്റിയിട്ടുള്ള നാടകങ്ങളുണ്ട്, ഗാന്ധിയെ എതിർത്തുകൊണ്ടുള്ള നാടകങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ ഒരു ഗാന്ധി വ്യവഹാരം നിരന്തരമായിട്ട് നമ്മെ പുതുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഈ ധാർമ്മികതയെ പറ്റിയിട്ടുള്ള നിരന്തര ഒരു ജാഗ്രത ഗാന്ധിയിൽ ഉത്തരങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗാന്ധിയെ പറ്റിയിട്ടുള്ള ഒരു പക്ഷേ ഇവിടെ ആരും പരാമർശിക്കാത്ത ഒരു കവിതയെപ്പറ്റി ഞാൻ പറയാൻ ഓർക്കുകയാണ്. മറുവിളി എന്ന ആറ്റൂർ രവിവർമ്മയുടെ ഒരു കവിത. ശ്രീലങ്കൻ
ആ രക്തച്ചൊരിച്ചലിൻ്റെ സന്ദർഭത്തിലാണ് ഈ കവിത എഴുതപ്പെടുന്നത്. അപ്പോൾ അതിൽ ആറ്റൂർ വേർമ എഴുതുന്നു, പോസ്റ്റ് ഓഫീസ് റോഡിലൂടെ നീ നടന്നു പോകുമ്പോൾ പാതയിൽ ഒരു കുടുന്ന ചോരയായി മാറുന്നു. ഒരു കുടുന്ന ചോര കൈപ്പടം പോലെ പരന്ന് എന്നോട് ആവലാതിപ്പെടുന്നു, എന്നോട് അട്ടഹസിക്കുന്നു, എന്നെ പിടിക്കാൻ വരുന്നു. കടലിലേക്കിറങ്ങി കരയിലേക്ക് കയറി എൻ്റെ പിന്നാലെ വരുന്നു. അതിനോട് ഞാൻ പറയുന്നു, ഇരക്കുന്നു, കെഞ്ചുന്നു, ഞാൻ കാഞ്ചിയോ ഉണ്ടയോ അല്ല, വാനരനോ വാൽമീകിയോ അല്ല, മുഴുക്കഷണ്ടിയായ മുൻ പല്ലുകൾ പോയ അരമുണ്ട് മാത്രം ഉടുത്ത വെടിത്തുളപ്പെട്ട ഒരു ചോദ്യചിഹ്നം മാത്രം. ഈ ചോദ്യചിഹ്നമാണ് നമുക്കിന്ന് ആവശ്യം. നമ്മുടെ ഫൈനാലിറ്റികളെ, തീർച്ചകളെ പറ്റിയല്ല, എല്ലാ തീർച്ചകൾക്കും മുന്നിൽ നമ്മൾ ചേർക്കേണ്ട ചോദ്യചിഹ്നമാണ് ഗാന്ധി. അതുതന്നെയാണ് കാര്യമെന്ന് തോന്നുന്നു. കാരണം പിന്നെ സജയ് നേരത്തെ സൂചിപ്പിച്ചത് ഈ ഒരു ഡയമെൻഷൻ തന്നെയാണ്. ഗാന്ധിജിയെ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ ഗാന്ധിജിയെ ആരാധിക്കുന്ന തരത്തിലുള്ള എഴുത്തുകളല്ല ഇന്ന് പ്രസക്തമായിരിക്കുന്നത്. നേരെ മറിച്ച് ചിലപ്പോൾ ഗാന്ധിയെ കഠിനമായി വിമർശിക്കുന്ന, ഗാന്ധിജിയെ തിരസ്കരിക്കുന്ന, അതേസമയം ഗാന്ധിജിയിലുള്ള ആ ഒരു ചൈതന്യത്തെ ഏതൊക്കെയോ തരത്തിൽ ആവാഹിക്കുന്ന തരത്തിലുള്ള സാഹിത്യ രചനകൾ, അതാണ് ഇന്നത്തെ ഗാന്ധി സാഹിത്യത്തിൽ ഗാന്ധി സാഹിത്യം കൊട്ടേഷൻ മാർക്കിലാണ് ഞാനിടുക കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ രാം കിങ്കർ ബൈജിനെ കുറിച്ച് പറഞ്ഞു. രാം കിങ്കർ ബൈജ് ഗുവാഹട്ടിയിൽ ഒരു ശില്പം ചെയ്തപ്പോൾ വലിയ ബഹളമായിരുന്നു. കാരണം ഇത് നാം കാണുന്ന ഗാന്ധി അല്ലല്ലോ, നമുക്ക് പരിചയമുള്ള ഗാന്ധി ശില്പമല്ലല്ലോ ഇത് വളരെ ഡിസ്റ്റോർട്ട് ചെയ്ത ഗാന്ധിജിയുടെ ശില്പമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് കുറേ കാലം അത് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നത്, പുനഃപ്രതിഷ്ഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവം പോലും സാധ്യമാവുന്ന തരത്തിൽ ഉള്ള ഗാന്ധി മിത്ത്, അത് നല്ലർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗാന്ധി മിത്ത്, ഗാന്ധി ഒരു മിത്തോളജിയുടെ ഭാഗമായി പുനർജനിക്കുന്നതാണ് ഇന്നത്തെ അവസ്ഥയിൽ കാണുന്നത്. അവിടെയാണ് ഇപ്പോൾ ഗാന്ധിയുടെ സാധാരണ രീതിയിലുള്ള ഗാന്ധിയുടെ ചിത്രണങ്ങൾ. എടശ്ശേരിയുടെ ഒരു കവിതയെക്കുറിച്ച് സൂചിപ്പിച്ചു. എടശ്ശേരി അതേ സമയത്ത് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിജിയാണ് എൻ്റെ ഒരു മുതിർന്ന വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്. ഇപ്പോഴത്തെ എൻ്റെ വ്യക്തിത്വത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഗാന്ധിജിയോടാണ്. അതേസമയം ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ ഒരു കവിത പോലും എഴുതിയിട്ടില്ല. ഈ പറഞ്ഞ കവിത തീർച്ചയായും നമുക്ക് ആ രീതിയിൽ വായിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഒരു കവിത പോലും ഗാന്ധിയെക്കുറിച്ച് ഇതുവരെ എഴുതിയിട്ടില്ല. അതെനിക്ക് പറ്റില്ല. അതേസമയത്ത് ഗാന്ധിജി എൻ്റെ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്ത ഒരു വലിയ ഫോഴ്സായി ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ കഴിയുന്നത് ഗാന്ധിജി നേടിയിരിക്കുന്ന ഈ ഒരു മിത്തോളജിക്കൽ പരിവേഷം, ഗാന്ധി ഞാൻ ഉദ്ദേശിക്കുന്നത് ഗാന്ധി ഫിഗറാണ്, ആ ഒരു പരിവേഷം, അല്ലാതെ ഹിസ്റ്റോറിക്കലായ ഗാന്ധി എന്നുള്ള അർത്ഥത്തിലല്ല. അതാണ് വാസ്തവത്തിൽ ഈ ചോദ്യചിഹ്നം എന്നൊക്കെ നാം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതാണ് ഇന്ന് ഗാന്ധിയുടെ പ്രസക്തി എന്നും എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ചർച്ചയുടെ അവസാന നിമിഷങ്ങളാണ്. നമ്മൾ സാഹിത്യത്തിലെ ഗാന്ധിയെയാണ് ചർച്ച ചെയ്തതെങ്കിലും ചിത്രകലയിലും അതിശക്തമായ ഗാന്ധി സ്വാധീനമുണ്ട്. ദണ്ഡിയാത്രയുടെ തൊട്ടടുത്ത ദിവസം വരച്ച ഒരു ഗാന്ധി ചിത്രമുണ്ട് നന്ദലാൽ ബോസിൻ്റെ, വളരെ ശക്തമായ കറുപ്പിലും വെളുപ്പിലുമുള്ള ലിത്തോഗ്രാഫ് എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിച്ച്. പിന്നീട് അങ്ങനെ നമ്മളിവിടെ പുറത്ത് കാണുന്ന ടോം വട്ടക്കുഴിയുടെ ഗാന്ധിവധ ചിത്രം വരെ, അതെല്ലാം ചേർത്തൊരു ഇൻസ്റ്റലേഷനാക്കിയ നമ്മുടെ സുഹൃത്തുക്കളായ ചിത്രകാരന്മാരുടെ ഈ ആവിഷ്കാരം വരെ. അവിടെ ടോം വട്ടക്കുഴി മാത്രമല്ല, അതിനോടൊരു ഗാന്ധി ശില്പവും ഒരു അർദ്ധകായ ശില്പവും ഗാന്ധി പാദമുദ്രകളും എല്ലാം ചേർത്ത് അതിനെ ഒരു ഇൻസ്റ്റലേഷനാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ അധികം ഒന്നും നീട്ടുന്നില്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഏറ്റവും ചെറിയൊരു ഗാന്ധി കവിതയുണ്ട്. എന്താണ് പേര്? ഇന്ത്യൻ. ആധാർ കാർഡുണ്ടോ? ഇല്ല, നിരാധാരനാണ്.
അച്ഛൻ്റെ പേര് മഹാത്മാഗാന്ധി. ഇങ്ങനെ ഒരു കവിതയുണ്ട്, അധികം പഴക്കമില്ലാത്ത. ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും ഭജനുകളും ഇങ്ങനെ യൂട്യൂബിൽ തിരഞ്ഞപ്പോൾ വൈഷ്ണവ ജനതോ ആണോ ഏക്ല ചലോരയാണോ എന്നറിയില്ല, അതോ ഈശ്വരല്ലോ അല്ല തേരോ നാം എന്ന് തുടങ്ങുന്ന ആ ഭജനാണോ എന്നറിയില്ല. ഇത് കേട്ടുകൊണ്ട് പാടുന്നത് ലതാ മങ്കേഷ്കറോ അതുപോലൊരു മഹാഗായികയാണ്. മുൻനിരയിലിരിക്കുന്നത് വളരെ അതിശക്തനായ വളരെ അപകടകാരിയായ മറ്റൊരു ഗുജറാത്തിയായിരുന്നു ആ ഭജൻ കേട്ടുകൊണ്ട് ആ സദസ്സിൻ്റെ മുൻനിരയിൽ ഇരുന്നിരുന്നത്. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത പാനലിലുള്ള മുഴുവൻ പേർക്കും നന്ദി പറയുന്നു. ഔദ്യോഗികമായി നന്ദി പ്രകാശിപ്പിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി. പ്രമുഖ സാഹിത്യകാരന്മാരായ ഡോക്ടർ പി രവീന്ദ്രൻ, ശ്രീ ഇ വി രാമകൃഷ്ണൻ, ശ്രീ സജയ് KV, മോഡറേറ്റർ ശ്രീ KT ദിനേശ് തുടങ്ങിയ വ്യക്തിത്വങ്ങൾ ഗാന്ധിജിയെ വ്യത്യസ്ത കോണുകളിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഒരു വേറിട്ട അനുഭവം നൽകി ഒരു സ്വപ്നലോകത്തേക്ക് നമ്മെ എത്തിച്ച് സാഹിത്യത്തിലെ ഗാന്ധിയെ നമുക്ക് വരച്ചു കാട്ടിത്തന്ന ഈ പ്രമുഖ വ്യക്തികൾക്ക് ഗാന്ധി ഫെസ്റ്റിൻ്റെ പേരിൽ 1000 നന്ദി അറിയിക്കുന്നു. നന്ദി. അടുത്തതായി ഈ സെഷന് കൃതജ്ഞത അറിയിക്കാനായി അഡ്വക്കേറ്റ് ബൈജു രാഘവനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നലെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഇന്ന് വിവിധ സെഷനുകളിലായി വ്യത്യസ്തങ്ങളായ ചർച്ചകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടി 4ാമത്തെ സെഷൻ സാഹിത്യത്തിലെ ഗാന്ധി എന്ന വിഷയത്തിൽ ഇവിടെ പങ്കെടുത്ത് സംസാരിച്ചത് ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ. അദ്ദേഹം ഗാന്ധിജിയെ സാഹിത്യത്തിലെ ഗാന്ധിയിൽ തുടങ്ങി ഡോക്ടർ പി രവീന്ദ്രൻ സാർ എത്തുമ്പോൾ ഗാന്ധിയിലെ എഴുത്തുകാരനായും ഡോക്ടർ സജയ് മാഷ് KV സജയ് അദ്ദേഹത്തിൻ്റെ ചർച്ചയിലേക്ക് വരുമ്പോൾ മലയാള സാഹിത്യത്തിലെയും കവിതയിലെയും ഗാന്ധിയുടെ സ്വാധീനം എവിടെ എത്തി നിൽക്കുന്നു എന്നതും ആധുനിക സാഹിത്യരംഗത്ത് ഗാന്ധിയുടെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെയുള്ള വളരെ ഫലപ്രദമായ ചർച്ചകൾ ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇതിൽ പങ്കെടുത്ത, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ സാറിന് ഈ സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഡോക്ടർ പി രവീന്ദ്രൻ, അദ്ദേഹത്തിനും സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സജയ് മാഷ് പല ചർച്ചകളും നമ്മൾ ദീർഘമായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടതാണ്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത സജയൻ മാഷക്കും സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മോഡറേറ്ററായി KT ദിനേശൻ മാസ്റ്റർ ഒടുവിൽ ആ വിഷയത്തെ വളരെ കൃത്യമായി സംഗ്രഹിച്ചുകൊണ്ട് നല്ല ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ദിനേശൻ മാഷക്കും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച ലിജീഷ്, അദ്ദേഹത്തിനും സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സർവോപരി രാവിലെ മുതൽ ഈ പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ സെഷനിലുള്ള പ്രമുഖ വ്യക്തികൾക്കുള്ള ഉപഹാര സമർപ്പണത്തിനായി RP രാജീവൻ, മനോജ് കുമാർ ബാലുശ്ശേരി, M ജനാർദ്ദനൻ, TK വിനോദൻ എന്നിവരെ സസ്നേഹം ക്ഷണിക്കുന്നു. ഇ വി രാമകൃഷ്ണൻ സാറിനുള്ള ഉപഹാര സമർപ്പണം RP രാജീവൻ. ശ്രീ ഇ വി രാമകൃഷ്ണൻ സാർ. ഇ വി രാമകൃഷ്ണൻ സാറിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് RP രാജീവൻ. താങ്ക് യു സർ. താങ്ക് യു രാജീവ്. അടുത്തതായി ഡോക്ടർ പി രവീന്ദ്രൻ, അദ്ദേഹത്തിനുള്ള ഉപഹാര സമർപ്പണം മനോജ് കുമാർ ബാലുശ്ശേരി. രവീന്ദ്രൻ സാർക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് മനോജ് കുമാർ ബാലുശ്ശേരി. സജയ് സാറിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് M ജനാർദ്ദനൻ. താങ്ക് യു സർ. താങ്ക് യു മനോജ്. സജയ് KV ഉപഹാരം സമർപ്പിക്കുന്നത് M ജനാർദ്ദനൻ.
താങ്ക് യു സാർ. താങ്ക് യു സാർ. KT ദിനേശൻ സാറിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് TK വിനോദൻ. താങ്ക് യു ദിനേശൻ സാർ. താങ്ക് യു വിനോദ്. താങ്ക് യു ഓൾ. पावन सीताराम.